ഈ പാട്ടിൻ്റെ ആ കോറസ് പാടിപ്പോയി അങ്ങ് ചിന്തിക്കുക. യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. അതായത് ആ ക്രൂശിതനായിട്ടുള്ള കർത്താവിനെ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അതായത് അന്ത്യശ്വാസം വരെയും യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജസ്റ്റ് കൊറിന്ത്യലേഖനം നമ്മൾ പഠിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇൻസിഡന്റിൽ ചിന്തിച്ചതാ. അതായത് സുവിശേഷം പറഞ്ഞവരൊക്കെ ഗലാത്യ ലേഖനം എടുക്കുമ്പോൾ പൗലോസ് എങ്ങനെ സുവിശേഷം പറഞ്ഞിരുന്നു എന്ന് എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മുഖവരിയായിട്ട് പറയുന്നുള്ളൂ. ഗലേഷ്യൻസ് 3:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഭോഷരായ ഗലാത്യക്കാരെ, ആരാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയത്? നിങ്ങളുടെ കൺമുമ്പിൽ സ്പഷ്ടമായി ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ഞാൻ അവതരിപ്പിച്ചതല്ലേ. ഒരു ക്രിസ്ത്യ ജീവിതം ഓടിയെത്തിക്കണമെങ്കിൽ കൺമുമ്പിൽ എപ്പോഴും ക്രൂശിതനായിട്ടുള്ള ഒരു ക്രിസ്തു ഇല്ല എങ്കിൽ ജീവിതം ഓടിയെത്തിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ആ പാട്ടിൽ പാടുന്ന ഭക്തരായിട്ടുള്ളവർ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. അതായത് യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി. അതായത് ഒരു ക്രിസ്ത്യ വിശ്വാസിയാകാനുള്ള ഫണ്ടമെന്റൽ LKG ഈ ലൂക്ക് ചാപ്റ്റർ 14 പലപ്പോഴും നമ്മൾ ബൈബിളിലെ ക്രിസ്തീയ ഉപദേശങ്ങളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതിനെ ഇന്ന് ഏറ്റവും ഹൈ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 14 എടുക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യ വിശ്വാസിയാകാനുള്ള ബേസിക് കണ്ടീഷൻ എഴുതിയിരിക്കുന്നിടത്ത് അതിൻ്റെ 14:26 ഇങ്ങനെ എഴുതിയേക്കുന്നത്, 25 തുടങ്ങി, വലിയ ആൾക്കൂട്ടം അവനെ അനുഗമിച്ചു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു. നമുക്ക് കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നതായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ആകാശവും ഭൂമിയും കടന്നു പോകും. കർത്താവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ഇറ്റ് ഈസ് സെയിം യെസ്റ്റർഡേ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്തവന്. അടുത്ത സെന്റൻസ് അവിടെ ഹീബ്രൂസിൽ എഴുതിയേക്കുന്നത്, വിചിത്രങ്ങളായിട്ടുള്ള ഉപദേശങ്ങളുടെ പിന്നാലെ പോകരുത്, യേശു ക്രിസ്തു വിൽ റീമെയിൻ ദി സെയിം, എന്നും മാറ്റമില്ലാത്തവന്. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞു, വലിയ പുരുഷാരത്തോട് പിന്തിരിഞ്ഞു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരികയും പിതാവിനോടും മാതാവിനോടും ഭാര്യയോടും കുട്ടികളോടും സഹോദരന്മാരോടും സഹോദരിമാരോടും, അതെ സ്വജീവനോട് പോലും കൂടുതൽ മമത പുലർത്തുകയും ചെയ്യുന്ന ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മളോട് പാടിയത്, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ വി ആർ ഓൺ ദി വേ ടു ദി ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയാൻ നമ്മൾ അതിലെത്തിപ്പെടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക്, അതായത് നമ്മൾ പറയാറില്ലേ ഏറ്റവും വലുത് എന്ത് വരും, ജീവൻ പോവായിരിക്കുന്നു. നമ്മൾ കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ അത് അപ്പസ്തലന്മാർ പറഞ്ഞേക്കുന്നത്, ഓൾ ഹിസ് കമാൻഡ്മെന്റ്സ് ആർ നോട്ട് ബർഡൻസും. കർത്താവിന്റെ ഒരു കൽപ്പനയും ബുദ്ധിമുട്ടുള്ളതല്ല. ആർക്ക്? ആർ വില്ലിംഗ് ടു ഡൈ ഫോർ ദി സേക്ക് ഓഫ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർക്ക്. നമുക്ക് മനുഷ്യന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം മരണം എന്ന് പറയുന്നത്. കർത്താവ് ഗെത്സമനി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവ് പറയുന്നു, ഞാൻ മരണത്തോടടുത്ത വേദന അനുഭവിക്കുന്നു. ദി ഗ്രേറ്റസ്റ്റ് പെയിൻ, മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന മരണത്തോടടുത്തുള്ള വേദന, അല്ലെങ്കിൽ മരിക്കാനാണ് മനുഷ്യന്റെ ഏറ്റവും പേടി. സോ ഇഫ് സംബഡി ഈസ് വില്ലിംഗ് ടു ഡൈ ഫോർ ദി ലോർഡ്, അതായത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കേണ്ടതാ. മെനി ടൈംസ് നമുക്ക് ക്രിസ്ത്യൻ ലൈഫ് ബുദ്ധിമുട്ടായിട്ടും അനുസരിക്കാൻ ബുദ്ധിമുട്ടായിട്ടും, അല്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കാനോ അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് തോന്നുന്നതിന്റെ കാരണം നമ്മൾ ഈ കമ്മിറ്റ്മെന്റിൽ എത്തിയിട്ടില്ല. വി ആർ നോട്ട് വില്ലിംഗ് ടു ലേ ഡൗൺ അവർ ലൈഫ് ഫോർ ദി സേക്ക് ഓഫ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കാനുള്ള ഒരു സ്നേഹം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. ബട്ട് കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കാനുള്ള ഒരു സ്നേഹം എത്താതെ, ആ സ്നേഹത്തിൽ എത്താതെ, ഇത് ബേസിക് കണ്ടീഷനായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അത് LKG ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫ്. അല്ലാതെ ഇതൊരു കൂടിയ ഒരു സ്റ്റേജിലുള്ള കമ്മിറ്റ്മെന്റ് അല്ല. നോ നോ നോ. അതായത് കർത്താവിന് വേണ്ടി, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാൻ പറ്റും. കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ വില്ലിങ് ആണെങ്കിൽ എല്ലാ കൽപ്പനകളും, അത് അപ്പോസ്തലന്മാർ പറഞ്ഞേക്കുന്നത് 1 John 5 പറഞ്ഞേക്കുന്നത്. 1 John 5:4 യോഹന്നാൻ പറയാം, അതിന്റെ 3-4, കാരണം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ദൈവസ്നേഹം. അവന്റെ കൽപ്പനകൾ ദുർവഹമല്ല. അവന്റെ കൽപ്പനകൾ ദുർവഹമല്ല ആർക്ക്? Those who are willing to lay down their life for the sake of the Lord. കർത്താവിന് വേണ്ടി മരിക്കാൻ തക്ക സ്നേഹമുള്ളൂ. നമുക്ക് ലോകത്തിലെ എനിക്കറിയാവുന്ന ഒരു അമ്മച്ചിയുണ്ട്, പേഴ്സണലി അറിയാവുന്ന, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ നാട്ടില് ആൾമറയില്ലാത്ത കിണറുകളുണ്ട്, അതായത് മതിലില്ലാത്ത. അപ്പൊ ഈ മഴക്കാലത്ത് ഇങ്ങനെ
ഇറ്റ് വാസ് ഫുള്ളി ഫിൽഡ്, വാട്ടർ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് അമ്മച്ചി പറമ്പിൽ നിന്ന് നോക്കുമ്പോൾ അമ്മച്ചിയുടെ 3 വയസ്സുള്ള മോൻ ഇങ്ങനെ പിച്ച വെച്ച് പോയി കിണറ്റിലോട്ട് ചാടി. ഓവർഫ്ലോ അല്ല, കുറെ ആഴത്തിലെ വെള്ളം. ഓടി വന്ന് ഒന്നും ചിന്തിച്ചില്ല, കിണറ്റിലോട്ട് എടുത്തി ചാടി. അമ്മച്ചിക്ക് നീന്തൽ അറിയില്ല. അങ്ങനെ കൊച്ചിനെ പിടിച്ചു, ഇങ്ങനെ മുങ്ങി താണോണ്ടിരിക്കുക. അപ്പോൾ അകലെ വേറൊരാള് ഇത് കാണുന്നുണ്ടായിരുന്നു. ആൾ ഓടി വന്ന് കയറിട്ട് കൊടുത്ത് അമ്മച്ചിയും കുഞ്ഞിനെയും രക്ഷിച്ചു. അപ്പൊ ഇതില് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം, ഇതുപോലെ ഒരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ യു വിൽ എൻജോയ് ക്രിസ്ത്യൻ ലൈഫ്. ഓൾ ദി കമാൻഡ്മെന്റ്സ് കർത്താവിനെ അനുസരിക്കുന്നതിൽ ഉത്സാഹികളും വാശിയുള്ളവരും കോമ്പറ്റീഷൻ ഉള്ളവരും, അതായത് ഡിസയർ ടു കോമ്പീറ്റ്, എനിക്ക് അടുത്ത ആളേക്കാൾ മുൻപന്തിയിലാകണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നതിൽ മാത്സര്യ ബുദ്ധിയോടുകൂടി കർത്താവിനെ സ്നേഹിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതാ ഫിലിപ്പിയ ലേഖനം 1:27 എടുക്കുമ്പോൾ അവിടെ പറയുന്നേ, അമ്മച്ചി ഒരിക്കലും ചിന്തിച്ചില്ല എനിക്ക് നീന്തൽ അറിയാവോന്ന് ചിന്തിച്ചില്ല, നീന്തൽ അറിയാതെ ചാടിയ രണ്ടുപേരും മരിക്കുമല്ലോ എന്ന് ചിന്തിച്ചില്ല, ഒന്നുമില്ല. സി ലവ് കമ്പൽസ്. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ലവ് ഓഫ് ക്രൈസ്റ്റ് കോൺസ്ട്രെയിൻസ് അസ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഫിലിപ്പിയൻസ് 1:27 വായിക്കാം. നിങ്ങളുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതായിരിക്കണം. ഇതാണ് പ്രധാനം. അവിടെ വന്ന് നിങ്ങളെ നേരിട്ട് കാണാൻ സാധിച്ചാലും ശരി, നിങ്ങളിൽ നിന്ന് ദൂരെയാണെങ്കിലും ശരി, നിങ്ങളേവരും ഏക മനസ്സോടെ സുവിശേഷ വിശ്വാസത്തിനായി പരസ്പരം മത്സരിച്ചുകൊണ്ട് ഒരേ ആത്മാവിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. സുവിശേഷ വിശ്വാസത്തിനായിട്ടുള്ള മത്സരം, അത് വി ഓൾ ഷുഡ് ഹാവ്. കാരണം എന്നെക്കാൾ ഒരാള് അസൂയെന്നല്ല, എന്നൊക്കെ ബെറ്റർ ആയിട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിലുണ്ടെങ്കിൽ ഐ ഷുഡ് ലീവ് ബെറ്റർ ദാൻ ദാറ്റ് മാൻ. ആ ഒരു ഡിസയറും ആ ഒരു പരിസരം. കാരണം ഡേ ഓഫ് ജഡ്ജ്മെന്റില് ദൈവത്തിന് മുഖപക്ഷമില്ല. അതായത് ഓരോരുത്തരും ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. ഇതെല്ലാവരും നിന്നേ പറ്റൂ. നോ ബഡി ക്യാൻ, എന്താ പറയുന്നത്, ആ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, മരണദിനത്തിന്റെ മേലെ ആർക്കും ഒരു അധികാരവും ഇല്ല. നോ ബഡി ഹാസ് ഗോട്ട് എനി റൈറ്റ്. അതായത് കൊച്ചുകുഞ്ഞു ഉപദേശിച്ച ഒരു പാട്ടുണ്ട്, ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്ന് ഓതുവാൻ ഭൂതലെ ആരുള്ളൂ. നോ ബഡി ക്യാൻ സേ. ഈ സഭാപ്രസംഗി 8:8 വായിക്കുമ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നത്, ജീവചൈതന്യം നിലനിർത്തിക്കൊണ്ടിരിക്കാൻ ആവില്ല, ആർക്കും മരണദിനത്തിന്റെ മേൽ അധികാരമില്ല. മരണദിനത്തിന്റെ മേൽ ആർക്കും അധികാരമില്ല. അധികാരമുള്ളവൻ ജീവന്റെ ഉടയവൻ മാത്രം. അതായത് മടങ്ങിപ്പോരൂ എന്ന് പറഞ്ഞാൽ നോ ബഡി ക്യാൻ പോസ്റ്റ്പോൺ ഇറ്റ്. ഇന്ന് മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചാൽ നാളത്തേക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും വെന്റിലേറ്ററിൽ വെച്ചാൽ നീളും, അല്ലെങ്കിൽ അത് നീളും. നോ, എവറിത്തിങ് ഈസ് ഓർഡൈൻഡ് ബൈ ഗോഡ്. ഒരു സെക്കൻഡ് പോലും മാറ്റിവെക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചത് 2 കാര്യമാണ് നമ്മൾ ആ പാട്ടിന്റെ ഈരടിയിൽ പാടിയത്. ഒന്ന്, ക്രൂശിതനായ ക്രിസ്തുവിനെ കൺമുമ്പിൽ കാണുക. അതായത് അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെയാണ് സുവിശേഷം പറഞ്ഞത്. പൗലോസ് പറയുന്നു, ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചു. അതായത് പെസഹ കുഞ്ഞാട്, അതായത് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നെ ജീവത്യാഗം ചെയ്ത, അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നമ്മളും പരസ്പരം ജീവത്യാഗം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 1, ക്രൂശിതനായിട്ടുള്ള ക്രിസ്തു. 2, കർത്താവിന് നമ്മുടെ ജീവനേക്കാൾ കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നു. നമുക്ക് മെനി ടൈംസ് വി ഹാവ് കംപ്ലൈൻസ്, നമ്മളെ കുറിച്ച്, അല്ലെ നമ്മുടെ ഫെയിലിയേഴ്സിനെ കുറിച്ച്, അല്ലെ വേറൊരാളുടെ ലൈഫ് ഫെയിലിയർ. ഇതിനെല്ലാം റീസൺ നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാത്തതുകൊണ്ട്. ക്രിസ്ത്യൻ ലൈഫിന്റെ ഫ്യൂവൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹം. ദി ലവ് ഓഫ് ക്രൈസ്റ്റ് കോൺസ്ട്രെയിൻസ് മീ. പൗലോസ് പറയാം, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അവിടെ പറയുന്ന, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, അതുകൊണ്ട് നാം എല്ലാം മരിച്ചു, അതുകൊണ്ട് ജീവിക്കുന്നവൻ മേലാൽ തനിക്ക് വേണ്ടി ജീവിക്കാതെ തനിക്ക് വേണ്ടി മരിച്ചു ഉയർപ്പിക്കപ്പെട്ടവന് വേണ്ടി മാത്രം ജീവിക്കുന്നു. അതാ ക്രിസ്ത്യൻ ലൈഫ്. നമ്മളത് അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അറ്റൈൻ ചെയ്തേ പറ്റൂ. കാരണം ഇത് എഴുതിയ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ കൂടെ നിന്ന് നമ്മൾ വിധിയെ ഫേസ് ചെയ്തേ പറ്റൂ. അല്ല, 1-ാം നൂറ്റാണ്ടിനും 20-ാം നൂറ്റാണ്ടിനും 2 സ്റ്റാൻഡേർഡ് ഇല്ല. സെയിം സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി മരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ക്യൂവിൽ നമ്മൾ നിന്നേ പറ്റൂ.
ലിറ്ററലി മരിച്ചവര്, അതിനകത്ത് അനേക വിശ്വാസഗുരുമാരുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചും നമ്മൾ മരിച്ചു പോലും മരിച്ചില്ല പോലും മരിക്കാൻ ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. കമ്മിങ് ബാക്ക് ടു 1 Corinthians chapter 8, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1 Corinthians 8-ാം അധ്യായം ഞാൻ ഒന്ന് ജനറൽ ആയിട്ട് പറയാം, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ. അതില് വിഗ്രഹാരാധനയെ കുറിച്ചാണ് മെയിൻ ആയിട്ട്. ബട്ട് ഇതിനകത്ത് 2 തരം വിഗ്രഹമുണ്ട്. അതായത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ലിറ്ററൽ വിഗ്രഹമായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാം മരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി ശില്പികൾ ചെയ്തു. ന്യൂ ടെസ്റ്റമെന്റിൽ ഇപ്പൊ നമ്മൾ ആരും ആ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഫേസ് ചെയ്യുന്നവരല്ല. നോ, നമ്മൾ ആരുടെയും വിഗ്രഹം വെക്കാറില്ല, വിഗ്രഹത്തിന് മുമ്പിൽ വെക്കാറില്ല. വേറാസ് ന്യൂ ടെസ്റ്റമെന്റ് എടുക്കുമ്പോൾ കൊളോഷ്യൻസ് 3:5 എടുക്കുമ്പോൾ മോർ ഡേഞ്ചറസ് ഐഡൽ, അതെ 3-ന്റെ എൻ്റെ 5 തുടങ്ങി വായിക്കുമ്പോൾ, ഭൗമികമായി നിങ്ങളിലുള്ളവയെല്ലാം നശിപ്പിച്ചു കളയുക, അവിഹിത വേഴ്ച, അശുദ്ധി, കാമം, ദുരാശ, വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം, ഇവ അനുസരണ ഇല്ലാത്തവരുടെ മേൽ ദൈവകോപം ഉജ്ജ്വലിപ്പിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടത് ഈ ലിറ്ററൽ മരം കൊണ്ടും കളിമണ്ണ് കൊണ്ടും ഉള്ള വിഗ്രഹങ്ങൾ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഡേഞ്ചർ. നമുക്കൊരു ഡേഞ്ചർ ഇല്ല, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാ. ഒരു കാലത്ത് അതായത് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്കതൊരു ഇവിടെ ഇരിക്കുന്ന ആർക്കും അതൊരു പ്രശ്നമാണെന്ന് വിചാരിക്കുന്നില്ല. അറ്റ് ദി സെയിം ടൈം അതായത് ദ്രവ്യാഗ്രഹം തന്നെയായ, അതായത് വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം, ഇവ അനുസരണ ഇല്ലാത്തവരുടെ മേൽ ദൈവകോപം ഉജ്ജ്വലിപ്പിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ വിഗ്രഹാരാധന, ന്യൂ ടെസ്റ്റമെന്റിലെ വിഗ്രഹാരാധന എന്ന് പറയാൻ വിഗ്രഹാരാധകനാകാൻ വിഗ്രഹം വെക്കേണ്ട ആവശ്യമില്ല. നോ, അതായത് ഒരു വിഗ്രഹം ഇല്ലാതെ നമുക്ക് ലോകത്തിലെ നമ്പർ 1 വിഗ്രഹാരാധകനായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തില് ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞേക്കുന്നത്, നമുക്ക് അത്യാഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ്മെന്റ്. ഉള്ളതുകൊണ്ട് സംതൃപ്തി ഇല്ലാത്തവരെല്ലാം അത്യാഗ്രഹികളാണ്. അതുകൊണ്ട് നമ്മൾ ഹീബ്രൂസിൽ വായിക്കുന്നത് 13:5 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് 13:5, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു ആവശ്യമേ ഇല്ല നമുക്ക് ആക്ച്വലി. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഇവിടെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കുമല്ല. നോ, കാരണം നമ്മൾ പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പച്ചക്കറി വാങ്ങിക്കാൻ ചെല്ലുന്നിടത്ത് ഞാൻ ദ്രവ്യാഗ്രഹിയല്ല, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ പച്ചക്കറി കിട്ടത്തില്ല. നോ, അറ്റ് ദി സെയിം ടൈം ഇത് അവിടെ അവസാനിപ്പിച്ചേക്കുമല്ല. ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതായത് നമുക്കൊരു വലിയൊരു ഫിനാൻഷ്യൽ നീഡ് വരുവാണെങ്കിൽ നമ്മൾ കർത്താവില്ല മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, കണ്ടീഷനില്ല അത് ആണെങ്കിൽ ദൈവം കരുതിയിട്ടുണ്ടാവും, ഒരുക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത്, അപ്പൊ നമ്മൾ ചിന്തിച്ചത് അത്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധന. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് ക്രിസ്ത്യാനിറ്റിയുടെ നമ്പർ 1 മെഷറിംഗ് റോഡ്. കാരണം 2 പവർ സോഴ്സാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞ, ഒന്നുകിൽ മാമോൻ അല്ലെങ്കിൽ ദൈവം. മാമോനെയും ദൈവത്തെയും ഒന്നിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. മാമോനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ വെറുക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാമോനെ വെറുക്കുന്നു. വെറുക്കുന്ന പറയത്രേ ഉള്ളൂ. നോക്ക്, ഈ പണം എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ ഐറ്റം പോലെ ഉപയോഗമുള്ളൊരു സാധനം. നോക്ക്, നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, വെള്ളം ഇല്ലാതെ ജീവിക്കാൻ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, ഗ്യാസ് ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സെയിം വേ പണം ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഗ്യാസിനോട് ഉള്ള ആറ്റിറ്റ്യൂഡ്, വെള്ളത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെന്താ, ഇങ്ങനെയുള്ള ഈ ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പണത്തെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ യു ആർ പെർഫെക്റ്റ്ലി സേഫ്. ഒരു ഉപയോഗിക്കാനുള്ള അല്ല ഉപയോഗിക്കപ്പെടേണ്ട ഒരു ഐറ്റം പണം. അറ്റ് ദി സെയിം ടൈം പണത്തിന്റെ കാര്യം വരുമ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, കൂടുതൽ പണം കിട്ടിയാൽ ഒരു സന്തോഷം, നഷ്ടപ്പെടുമ്പോൾ ഒരു ദുഃഖം. ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹമുണ്ട്, വിഗ്രഹാരാധനയുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ
ഇറ്റ് ഈസ് ഡേഞ്ചർ. അവിടെ എഴുതിയേക്കുന്നത് ഡേഞ്ചറസ് ആണ്. കൊളോഷ്യൻസിൽ എഴുതിയേക്കുന്നത് ഇത് മുഖാന്തരമാണ്. നോ, അത് വേറെ സ്ഥലത്ത് എഴുതിയേക്കുന്നത്. ഇവിടെ കൊളോഷ്യൻസ് 3 ഇപ്പൊ നമ്മൾ വായിച്ചതാണ്. അതെ, കൊളോഷ്യൻസ് 3:5 തുടങ്ങി വായിക്കുന്നിടത്ത് നമ്മളെ സംബന്ധിച്ച് നോക്ക്, പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ, പണം ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ, ഗ്യാസ് ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ, പണം ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. ഇഫ് ദാറ്റ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വെൽത്ത്, യു ആർ സേഫ്. അതർവൈസ് യു ആർ ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. 3 വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം. ഇവ അനുസരണ ഇല്ലാത്തവരുടെ മേൽ ദൈവകോപം ഉജ്ജ്വലിപ്പിക്കും. അപ്പൊ നമ്മുടെ ഉള്ളില് നോക്ക്, കർത്താവ് നോക്കൂ, വിശുദ്ധരെ ദൈവം തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. സാം ചാപ്റ്റർ 4 സാം 4:3 വായിക്കാം. അറിഞ്ഞുകൊള്ളുക, കർത്താവ് ഭക്തരെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. യെസ്, അതായത് ഭക്തര് അല്ലെ വിശുദ്ധര് ഒരു എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ഓഫ് ദി ലോർഡാണ്. നമ്മൾ വായിക്കുന്നത് 1 Corinthians വായിക്കുന്നുണ്ട്, നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്, നിങ്ങൾ നിങ്ങളുടെ വകയല്ല. അതായത് അപ്പോസ്തല പ്രവൃത്തി 20 നമ്മൾ വായിക്കുന്നു, നിങ്ങളെ ദൈവം സ്വന്തം രക്തം കൊണ്ട് നേടിയതാണ്, ദൈവം സ്വന്തം രക്തം വിലയായിട്ട് കൊടുത്തത്. സോ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല. അത് നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത് മുഖാന്തരമാണ് അനുസരണ ഇല്ലാത്തവരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് ദൈവത്തിന് പ്രീതികരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആങ്കർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മെനി ടൈംസ് ദൈവത്തിന്റെ കോപം വി ആർ ഫെയിലിംഗ് ടു ഡിസ്റ്റിങ്വിഷ്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ശിക്ഷിച്ചു, പക്ഷെ അവരത് അറിഞ്ഞില്ല, അവർ മനസ്സിലാക്കിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ദ്രവ്യാഗ്രഹമായിട്ടുള്ള ബന്ധത്തിൽ, അപ്പൊ വിഗ്രഹാരാധന നമ്മളെ സംബന്ധിച്ച് സ്റ്റാച്യൂസ് ഈസ് നോട്ട് എ ഡേഞ്ചർ. അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള ഒരു കാലത്ത് നമ്മൾ അങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ബട്ട് അബ്സല്യൂട്ട്ലി ഐ എം ഫ്രീ. പക്ഷെ ഇത് നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യമാണ്. ഈ സുഭാഷിതങ്ങൾ 28 എടുക്കുമ്പോൾ 28 പ്രൊവേർബ്സ് അതിന്റെ 16 സെന്റൻസ് 28:16 വായിക്കുമ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട്, അന്യായമായ ലാഭം വെറുക്കുന്നവനോ ആയുസ് വർദ്ധിപ്പിക്കും. അന്യായമായ ലാഭം വെറുക്കുന്നവനോ ആയുസ് വർദ്ധിപ്പിക്കും. അപ്പൊ അന്യായമായ ലാഭം കൊതിക്കുന്നവനോ, ഇറ്റ്സ് റിലേറ്റഡ് ടു ലൈഫ്. കാരണം ഈ ലൈഫുമായിട്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾ മരിക്കുന്ന കാര്യം എടുക്കരുത്. അതായത് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു രോഗം, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട്. ആരോഗ്യം കണ്ടിന്യൂസ്ലി ഡിപ്ലീറ്റഡ് ആയിട്ടാണ് മനുഷ്യൻ ഒരു ദിവസം മരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കി, പണവുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മനുഷ്യന്റെ ഹെൽത്തിനെ, മനുഷ്യന്റെ ആരോഗ്യത്തെ, മനുഷ്യന്റെ വെൽബീയിങ്ങിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാം 41 എടുക്കുമ്പോൾ അവിടെ പണവുമായിട്ടുള്ള ബന്ധത്തില്, പണം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തില് ശരീരത്തിന്റെ ആരോഗ്യത്തെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. 41 സാം 41 അതായത് ദരിദ്രനെ ഗവനിക്കുന്നവൻ ഭാഗ്യവാൻ. ദരിദ്രനെ ഗവനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സഹായിക്കാന്ന്. അതായത് നമ്മുടെ പണത്തെ നമ്മൾ ഉള്ളു തുറന്ന് ദരിദ്രനെ സഹായിക്കുക എന്നതിന്റെ അർത്ഥം. ദരിദ്രനെ ഗവനിക്കുന്നവൻ ഭാഗ്യവാൻ. ദുരിത ദിനത്തിൽ കർത്താവ് അയാളെ രക്ഷിക്കുന്നു, കർത്താവ് അയാളെ സംരക്ഷിക്കുന്നു, ജീവനോടെ നിലനിർത്തുന്നു. ദേശത്ത് അനുഗ്രഹീതൻ എന്ന് അയാൾ വിളിക്കപ്പെടുന്നു. അയാളെ നീ ശത്രുക്കൾക്ക് യഥേഷ്ടം വിട്ടുകൊടുക്കില്ല. കർത്താവ് അയാളെ രോഗശയ്യയിൽ പരിപാലിക്കും. രോഗത്തിൽ നീ അയാൾക്ക് പരിപൂർണ സൗഖ്യം നൽകും. നോക്ക്, ഇറ്റ് ഈസ് ആക്ച്വലി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി പൂർ ആണെങ്കിലും ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വെൽത്ത്, പണമായിട്ടുള്ള ബന്ധത്തിൽ. കാരണം ദരിദ്രനെ ഗവനിക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രന്റെ ആവശ്യത്തെ സഹായിക്കുക എന്നാണ്. ഇഫ് യു ആർ ഗോയിങ് ടു ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പോയാൽ ഡ്യൂട്രോണമി 15 എടുക്കുമ്പോൾ അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ഏതെങ്കിലും പട്ടണത്തിൽ നിന്റെ ഒരു സഹോദരൻ ദരിദ്രനായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ ആ ദരിദ്ര സഹോദരന് വേണ്ടി കൈ അയക്കാൻ മടിക്കുകയോ അരുത്. മറിച്ച് അയാളുടെ ആവശ്യത്തിന് വേണ്ടത് എന്തായാലും അത് നീ കൈ അയച്ച് കടമായി കൊടുക്കണം. ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഹീനചിന്തകൾ ഉണ്ടായി
മോചന മത്സരമായ 7-ാം മത്സരം അടുത്തിരിക്കുന്നു എന്ന് നീ പറയും. നിന്റെ ദരിദ്ര സഹോദരന് വിപരീതമായിരിക്കും നിന്റെ ദൃഷ്ടി. നീ അയാൾക്ക് ഒന്നും നൽകുകയില്ല. അപ്പോൾ അയാൾ കർത്താവിനോട് നിലവിളിക്കും. അത് നിന്നിൽ പാപമായി തീരുകയും ചെയ്യും. നീ അയാൾക്ക് ഉദാരമായി കൊടുക്കണം. മനസ്സില്ല മനസ്സോടെ ആയിരിക്കരുത് നീ കൊടുക്കുന്നത്. ഇത് നിമിത്തം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിമിത്തം നിന്നെ നിന്റെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ സംരംഭങ്ങളിലും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. ദേശത്ത് ദരിദ്രൻ ഒരിക്കലും ഇല്ലാതാകുകയില്ല. അതുകൊണ്ട് ദേശത്തിലെ ആവശ്യക്കാരനും ദരിദ്രനുമായ നിന്റെ സഹോദരനെ നീ കൈ തുറന്ന് സഹായിക്കണം എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. ഐ ആം കമാൻഡിങ്. വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. ഇതനുസരിച്ചില്ല ഡിസൊബീഡിയൻസ്. കാരണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കാം, നമുക്ക് ലോകത്തിലെ പവർട്ടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മുടെ ദൈവം വിളിച്ചിട്ടില്ല. അറ്റ് ദി സെയിം ടൈം ന്യൂ ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നതുള്ളൂ കൺമുമ്പിൽ ഉള്ള ആവശ്യക്കാരനെ നോക്കാം. നമ്മുടെ കൺമുമ്പിൽ ഒരു ആവശ്യക്കാരനെ ദൈവം കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് വിത്ത് ദി പർപ്പസ്, ഒരു ലക്ഷ്യത്തോടു കൂടി. അല്ലാതെ ബൈ ചാൻസ് ആയിട്ട് ഒരിക്കലും വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുറകോട്ടുള്ള ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ, ആത്മാർത്ഥമായിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പലപ്പോഴും ആവശ്യക്കാർ നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ അത് കൊടുക്കാനുള്ള വക ഉള്ളപ്പോഴേ വന്നിട്ടുള്ളൂ. ദൈവം ഓർഡർ ചെയ്ത, ദൈവം പ്ലാൻ ചെയ്ത ആ സമയത്ത് ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ ഉയർന്നില്ലെങ്കിൽ വി ആർ ലൂസിങ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. നമുക്കൊരു ധനികനായിട്ടുള്ള മനുഷ്യൻ കർത്താവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം അനുസരിക്കണം. അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ഒന്ന് എന്നെ അനുഗമിക്കണം. നമ്മൾ വായിക്കുന്ന ഈ മാർക്ക് ചാപ്റ്റർ 10 നമ്മളോട് ഒരുപക്ഷെ കർത്താവ് അത് ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയാവസ്ഥ കർത്താവിന് അറിയാം. ഇന്ന് നമുക്കുള്ളത് എല്ലാം ഉപേക്ഷിക്കാൻ, കാരണം എല്ലാം ഉപേക്ഷിച്ചവരാണ് ക്രിസ്ത്യ വിശ്വാസികൾ. അറ്റ് ദി സെയിം ടൈം ലിറ്ററലി നമ്മളോട് അത് ആവശ്യപ്പെട്ടാൽ വാട്ട് വുഡ് ബി അവർ റെസ്പോൺസ്? നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും കർത്താവിന് അറിയാം. കർത്താവ് നോക്ക്, അൺലൈക്ലി കണ്ടീഷൻസ് ഇല്ല കർത്താവിന്. കർത്താവ് പറയുന്നില്ലേ, നിന്നിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അത് മാനസാന്തരപ്പെട്ടേനെ. അതുകൊണ്ട് നിന്റെ ഗതി, സ്വതോന്റെയും ഗൊമോറയുടെയും ഗതി നിന്റെ ഇതിനേക്കാൾ മെച്ചമായിരിക്കും. സോ നമ്മളോട് ഇത് ചോദിച്ചാൽ, മാർക്ക് ചാപ്റ്റർ 10 മുഴുവൻ വായിക്കുന്നില്ല, അതിന്റെ 17 തുടങ്ങി വായിക്കാം. അവൻ യാത്ര പുറപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അയാളോട് പറഞ്ഞു, നീ എന്തിന് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നു? ദൈവമല്ലാതെ മറ്റൊരു നല്ലവനില്ല. നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ദൈവം അല്ല എന്ന് സംശയം തോന്നുന്ന ഒരു സ്ഥലം. അറ്റ് ദി സെയിം ടൈം കർത്താവ് പറഞ്ഞൊരു കാര്യം, നമ്മൾ ആരിലും ഒരു നന്മയില്ല. എവരിബഡി ഈസ് ഈക്വലി ബാഡ്. അറ്റ് ദി സെയിം ടൈം നമ്മൾ രക്ഷിക്കപ്പെട്ട് ടു വാട്ട് എക്സ്റ്റെന്റ് നമ്മൾ കർത്താവിന്റെ സ്വഭാവം അറ്റൈൻ ചെയ്യുന്നു, അത്ര മാത്രമേ നമുക്ക് നന്മയുള്ളൂ. എത്രത്തോളം ദൈവം നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രത്തോളം അല്ലാതെ ഒരു 0.0%, 0.1% പോലും നമ്മൾ ആരിലും ഒരു നന്മയില്ല. അതായത് അതവിടെ കർത്താവ് പറയുന്നത്, ദൈവം അല്ലാതെ മറ്റൊരു നല്ലവനില്ല. എത്രത്തോളം നമ്മൾ ദൈവമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, only to that extent we are good. അതർവൈസ് നമ്മളെല്ലാം ചീത്തയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷിയാകരുത്, വഞ്ചിക്കരുത്, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അയാൾ അവനോട് പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. യേശു അയാളെ നോക്കി അയാളോട് സ്നേഹം തോന്നി. ഇതെല്ലാം മനസ്സിലേക്ക് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷിയാകരുത്, വഞ്ചിക്കരുത്. നമുക്ക് സാധാരണ ലോകത്തിലെ മനുഷ്യർക്ക് എല്ലാം വന്നുവിടുന്ന പാവങ്ങൾ ഇതൊക്കെ. വഞ്ചിക്കരുത്, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അയാൾ അവനോട് പറഞ്ഞു, ഒരു ചെറുപ്പം മുതലേ ഞാൻ ഇതെല്ലാം പാലിച്ചിട്ടുണ്ട്. യേശു അയാളെ നോക്കി അയാളോട് സ്നേഹം തോന്നി. അവൻ പറഞ്ഞു, കാരണം ഇത്രയും ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അവന്റെ നിത്യത നഷ്ടപ്പെടരുത്. അതുകൊണ്ട് കർത്താവ് സ്നേഹത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത, കാരണം അവനൊരു പ്രശ്നമുണ്ട് ഉള്ളിൽ. കർത്താവ് നോക്കുമ്പോൾ കർത്താവിന്റെ എക്സ്റേ ഐസ് വെച്ച് നോക്കിയപ്പോൾ ഇതിന്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്. നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ മുഖം വാടി. അയാൾ വിഷാദിച്ച് തിരികെ പോയി. കാരണം അയാൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. എങ്ങനെ നമ്മുടെ ഹൃദയാവസ്ഥ എങ്ങനെ? യു ക്യാൻ ബി എ ബില്യനെയർ, നോ പ്രോബ്ലം, ബട്ട് ഇത് ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നോക്കുമ്പോൾ നമ്മളോട് ലിറ്ററലി നമ്മുടെ ഹൃദയാവസ്ഥ കർത്താവിന് അറിയാം. നമ്മളിതിൽ കർത്താവിനെ ഈ യുവാവിനെ പോലെയാണോ
അതേസമയം നമ്മൾ വായിക്കുന്നത് നമുക്ക് അപ്പസ്തല പ്രവൃത്തിയിൽ ആരംഭത്തിൽ നമ്മൾ കാണുന്ന അവർക്കൊക്കെ അവരുള്ളതെല്ലാം തങ്ങളുടെ വക എല്ലാം വിറ്റ് അപ്പസ്തലന്മാരുടെ പ്രാധാന്യത്തിൽ കൊണ്ടുവച്ചു. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരേ ഒരു അംബീഷൻ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിലെ പണം വരുന്നു പോകുന്നു, ഉള്ളത് വിൽക്കുന്നു എടുക്കുന്നു. നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. അപ്പൊ ഇവിടെ നമ്മുടെ ഹൃദയാവസ്ഥ ദൈവത്തിന് അറിയാം. എന്നെ കുറിച്ച് എനിക്കറിയാവുന്നേക്കാൾ കൂടുതൽ കർത്താവിനെ അറിയാം. പോൾ പറയുന്നുണ്ട് എന്റെ നോട്ടത്തിൽ ഞാൻ ഓക്കെയാണ്, ഇറ്റ്സ് ഓഫ് നോ യൂസ്. പക്ഷെ ദൈവമാണ് വിധിക്കുന്നത്. ദൈവം വിധിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തെ നോക്കുമ്പോൾ, നമുക്ക് ലോകത്തോടുള്ള സ്നേഹത്തെ നോക്കുമ്പോൾ, നമ്മൾ അറ്റൈൻ ചെയ്തേക്കുന്ന മെറ്റീരിയൽ പൊസഷനോട് നമുക്കുള്ള സ്നേഹം നോക്കുമ്പോൾ, ഇന്ന് ഈ കാര്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കർത്താവിന് അറിയാം. ഹി നോസ്. നമ്മൾ വിഷാദത്തോടു കൂടി മടങ്ങി പോകുന്നവരായിരിക്കുമോ, അതേ സന്തോഷത്തോടു കൂടി നമുക്ക് ആ വിധവയുടെ കാണിക്കയെ കുറിച്ച് കർത്താവ്, അവൾക്കുള്ളത് എല്ലാം 2 ചെമ്പ് നാണയം കയ്യിലുണ്ടായിരുന്നു. ഷീ ഡ്രോപ്പ് എവറിത്തിങ്, ഉള്ളത് എല്ലാം കർത്താവ്. അത് 2 ചെമ്പ് നാണയമാണെങ്കിലും $2 മില്യൺ ആണെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് 2 ചെമ്പ് നാണയം $2 മില്യൺ $2 ബില്യൺ തമ്മിൽ അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. ദി റീസൺ, ആ വിലയേറിയ മുത്തിന്റെ വിലയുമായിട്ട് തട്ടിക്കുമ്പോൾ ഇത് 2 ബില്യൺ ആണെങ്കിലും 2 മില്യൺ ആണെങ്കിലും 2 ചെമ്പ് തൊട്ടാണെങ്കിലും ഇൻഫിനിറ്റിയോട് കമ്പയർ ചെയ്യുമ്പോൾ എവറിത്തിങ് ഈസ് സീറോ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഒരുവൻ മുത്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരു മെർച്ചന്റ് അവനൊരു മുത്ത് കണ്ടെത്തി, വിലയേറിയ ഒരു മുത്ത്. ആ മുത്ത് വാങ്ങിക്കാനായിട്ട് ഒരേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ. 2 ചെമ്പ് തൊട്ടേ ഉണ്ടെങ്കിൽ 2 ചെമ്പ് തൊട്ട്, $2 മില്യൺ ഉണ്ടെങ്കിൽ $2 മില്യൺ, $2 ബില്യൺ ഉണ്ടെങ്കിൽ $2 ബില്യൺ. ബട്ട് കണ്ടീഷൻ ഈസ് തനിക്കുള്ളതെല്ലാം വിറ്റേ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തനിക്കുള്ളതെല്ലാം വിൽക്കാത്തവരാണ് നമ്മളെങ്കിൽ വി ആർ ഔട്ട്സൈഡ് ദി കിങ്ഡം ഓഫ് ദി ലോർഡ്. നമ്മൾ പ്രവചിക്കുന്നുണ്ടാവും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവും. നമ്മൾ മാത്യു ചാപ്റ്റർ 7 ആൾക്കാരാ. നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം ഇറ്റ് മേ ബി റോങ്. അറ്റ് ദി സെയിം ടൈം നമ്മൾ കർത്താവിന് വേണ്ടി എന്തും ഏതുമാകാൻ, എന്തും ഉപേക്ഷിക്കാൻ, എന്ത് കഷ്ടം സഹിക്കാൻ, മരണത്തിന് ജീവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വില്ലിങ് അല്ലെങ്കിൽ ദർ ഇസ് നോ ഫ്യൂച്ചർ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ആർക്കും ആരെയും സഹായിക്കാൻ പറ്റത്തില്ല. നോബഡി ക്യാൻ ഹെൽപ്പ്. ഇത് മ്യൂച്വൽ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് അല്ല. എൻ്റെ 21 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിനെ അവിടെ പ്രവേശിക്കും. ആ ദിവസം, ദ മീൻസ് ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്. ആ ദിവസം പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നവര്, ഇവിടെ കർത്താവ് എന്ന് വിളിക്കുന്നവരെ രക്ഷിക്കപ്പെട്ട് ഇന്ന് ലോകം സർട്ടിഫൈ ചെയ്തേക്കുന്ന ആൾക്കാരാണ്. കർത്താവെ കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരല്ലയോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയില്ലയോ? നിന്റെ നാമത്തിൽ പല വലിയ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തില്ലയോ? അപ്പോൾ അവരോട് ഞാൻ പ്രഖ്യാപിക്കും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഹേ ദുർവൃത്തരെ, എന്നെ വീട്ടാകുന്നു പോകും. നോക്ക്, കർത്താവിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, പ്രവചിക്കാൻ, ഇതിനൊന്നും രക്ഷിക്കപ്പെട്ടതാണെന്ന് ഒരു കണ്ടീഷനും ഇല്ല. എങ്കിൽ പിന്നെ ഇങ്ങനെ എഴുതത്തില്ല. രക്ഷിക്കപ്പെടാൻ നോക്ക്, എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. ആസ് എ കാത്തലിക് എനിക്ക് മിറക്കുലസ് ആയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. വണ്ടേഴ്സ്, മിറക്കിൾസ് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അത് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഗീവർത്ത് ഉണ്ണിയാളിനോട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്, സെബസ്ത്യാനോസ് ഉണ്ണിയാളിനോട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് ആൻ അപ്രൂവൽ ഫ്രം ദി ലോർഡ്. കാരണം സൃഷ്ടി കേഴുമ്പോൾ സൃഷ്ടാവ് കേൾക്കും. അത് നോക്ക്, ഇഫ് യു ആർ ഗോയിങ് ടു ഹോശിയയിൽ പോയാൽ, ഹോശിയ ചാപ്റ്റർ 2 നമ്മളിങ്ങനെയാ വായിക്കുന്നത്. അതിന് 7 തുടങ്ങി വായിക്കുമ്പോൾ, അതിൽ 8 തുടങ്ങി വായിക്കുമ്പോൾ, ധാന്യവും വീഞ്ഞും എണ്ണയും അവൾക്ക് നൽകിയതും, ബാലിനു വേണ്ടി അവർ ഉപയോഗിച്ച വെള്ളിയും സ്വർണവും അവൾക്ക് സമൃദ്ധമായി നൽകിയതും ഞാനാണ് എന്ന് അവൾ അറിഞ്ഞില്ല. ഓക്കെ, ഇസ്രായേലിന്റെ കാര്യമാണ്. ഇസ്രായേൽ പ്രാർത്ഥിച്ചത് ബാലിനോടാണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ പല ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്, പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ പല പല സോഴ്സിൽ, അല്ലെ പല മനുഷ്യ പ്രവാചകരുടെ അടുത്ത് പോകാറുണ്ട്, പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി പോകാറുണ്ട്. ആവശ്യം വരുമ്പോൾ പ്രാർത്ഥന മനുഷ്യരോട് പറയാറുണ്ട്. അതായത് പിതാവായ ദൈവത്തിന് മനുഷ്യരാശിക്കിടയിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു ആണെങ്കിലും മനുഷ്യ പ്രവാചകരോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ദാറ്റ്സ് ഓൾ വയലേഷനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇസ്രായേൽ വിളിച്ചത് ബാലിനെ,
പക്ഷെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് കർത്താവാണ്. പക്ഷെ ബാലിൽ നിന്ന് കിട്ടിയതാണെന്ന് അവർ വിചാരിച്ചത്. ഇറ്റ്സ് ഗോയിങ് ഓൺ. അതാ നമ്മൾ വായിക്കുന്ന മാത്യു ചാപ്റ്റർ 7 പ്രവചിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി, ഇതെല്ലാം കിട്ടി. പക്ഷേ കർത്താവ് ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ പറയും, ഞാൻ നിങ്ങളെ അറിയില്ല. ഇവർ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവർ നോക്കാം. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ്, എന്നാൽ എൻ്റെ ഈ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത് ബുദ്ധിമാന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റടിച്ചു, എന്നാൽ അത് വീണില്ല, കാരണം പാറമേലായിരുന്നു അതിന്റെ അടിത്തറ. പാറ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവും കർത്താവിന്റെ വചനവും കർത്താവിന്റെ ടീച്ചിങ്സുമാണ്. ഇതിൽ അടിസ്ഥാനം ഇടാത്ത എല്ലാ പണിയും. അതിനകത്ത് ഒരു വചനം നമ്മൾ ചിന്തിച്ചത്, തനിക്കുള്ളത് എല്ലാം വിറ്റ്, അതായത് ഹൃദയത്തിൽ ഒരു എലമെന്റ് ഓഫ് ലവ് ടുവേർഡ്സ് ദി മെറ്റീരിയൽ തിങ്സ് സമ്പൂർണമായിട്ട് കർത്താവിന് സമർപ്പിക്കാത്ത. നോക്കൂ, വിശുദ്ധരെ കർത്താവ് തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഇഫ് യു ആർ നോട്ട് സെറ്റിംഗ് അപ്പാർട്ട് യുവർ സെൽഫ് ടോട്ടലി ടു ദി ലോർഡ് വിൽ നോട്ട് അക്സെപ്റ്റ്. കാരണം സമ്പൂർണമായിട്ട് സമർപ്പിക്കാതെ ദൈവം സ്വീകരിക്കത്തില്ല. കാരണം നമ്മൾ ആ ലെവലിൽ എത്തിയില്ല. നോക്ക്, ഇതൊരു പെർഫെക്ഷന്റെ സൈൻ അല്ല, ഇറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ. നമ്മുടെ ഡിസിഷനാണ്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി സമ്പൂർണ്ണമായിട്ട് ജീവിക്കും. കർത്താവ് എന്ത് ഡിമാൻഡ് ചെയ്താലും ഞാൻ അതനുസരിക്കും. ഇത്ര ഒരു കണ്ടീഷനിൽ എത്താത്ത ആർക്കും ദൈവത്തിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ല. നോക്ക്, ദി വേ ടു ദി ഹെവൻ ഈസ് നാരോ. ഇത് വീതിയുള്ളതല്ല. അനേകര് ട്രാവൽ ചെയ്യത്തില്ല, കണ്ടെത്തുന്നവരെ ചുരുക്കുന്ന കർത്താവിന്റെ വചനത്തിൽ എഴുതിയേക്കുന്നു. ഇടുങ്ങിയ വാതിലൂടെ അകത്ത് പ്രവേശിക്കുക, കാരണം നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി സുഗമവുമാകുന്നു, അതിലൂടെ പ്രവേശിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ദുർഗമവുമാകുന്നു. പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഗമിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കവും. നോക്ക്, എന്നാൽ ഈ മുത്തിന്റെ വാല്യൂ മാത്യു ചാപ്റ്റർ 13 ചിന്തിക്കേണ്ട. അത് എന്നും എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിക്കുന്ന മാത്യു ചാപ്റ്റർ 13:44 തുടങ്ങി വായിക്കുമ്പോൾ, വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി പോലെയാണ് സ്വർഗരാജ്യം. ഒരാൾ അത് കണ്ടുപിടിക്കുന്നു, അത് മറച്ചു വെച്ചിട്ട് അയാൾ ആഹ്ലാദത്തോടെ പോയി ഉള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. വിശേഷപ്പെട്ട മുത്തുകൾ തേടി നടക്കുന്ന ഒരു വ്യാപാരിയുടെ സ്വർഗരാജ്യത്തെ ഉപമിക്കാം. വളരെ വില പിടിച്ച ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ, ഇതാണ് മുത്ത്, ഇതാ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മൾ ഈ മുത്തിന് കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചിരിക്കും നമ്മൾ അതിന് കൊടുക്കാൻ വില്ലിങ് ആകുന്ന വില. നോക്കാം, നമ്മളിപ്പോ ഒരു എന്താ പറയുന്നത്, ഒരു 10 മില്യൺ, അല്ലെങ്കിൽ നമുക്ക് മില്യൺസ് ഒന്നും കൈകാര്യം ചെയ്യാത്ത പോലെ, അപ്പൊ ഒരു $50,000 വിലയുള്ള ഒരു സാധനം നമുക്ക് $1,000 കിട്ടാന്ന് വിചാരിച്ചാൽ, $1,000 ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും $1,000 ഉണ്ടാക്കില്ലേ? എന്ത് വിറ്റിട്ടാണെങ്കിലും ഉണ്ടാകും. ബിക്കോസ് അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആണെന്ന് മനസ്സിലായാൽ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്ത് ത്യജിക്കുന്നു നോക്ക്, ലോകവും അതിന്റെ ഇച്ഛകളെല്ലാം കടന്നു പോകും. 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ആരും കാണത്തില്ല. നോക്ക്, ഇഫ് ബൈബിൾ ഈസ് ട്രൂ, ഞാൻ ബൈബിൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു, ബട്ട് ബൈബിൾ സത്യമാണെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെന്റിൽ എത്താത്ത മനുഷ്യന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്ന തീയും ഗന്ധവും എരിയുന്ന തീപ്പൊയ്ക, എറ്റേണൽ ഡിസ്ട്രക്ഷൻ. ദൈവത്തിന്റെ വചനം പറയുന്ന 2 തെസ്സലോനിയൻസ് എടുക്കുമ്പോൾ ചാപ്റ്റർ 1 നമ്മൾ ചിന്തിക്കുന്ന പോയിന്റ് മറക്കരുത്. അതായത് ദ്രവ്യാഗ്രഹമാകുന്ന വിഗ്രഹം. 1 വേഴ്സ് അതിന്റെ 5 തുടങ്ങി വായിക്കുമ്പോൾ ടച്ചിങ് ആണ്. ദൈവത്തിന്റെ നീതിപൂർവമായ വിധിയുടെ തെളിവാണ് ഇതുവഴിയായി നിങ്ങൾ ദൈവരാജ്യത്തിന് അർഹരായിത്തീരുന്നു. ഇതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ എല്ലാം സഹിക്കുന്നത്. നോക്ക്, തെസ്സലോനിക്ക ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അവര് ഈ മുത്തിന് വേണ്ടി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന് വേണ്ടി തെസ്സലോനിക്കക്കാർ കഷ്ടം സഹിച്ചു. നമ്മൾ 1 തെസ്സലോനിക്കയിൽ വായിക്കുന്നത്, അതിന്റെ 3-ാം അധ്യായത്തിൽ വായിക്കുന്ന, അതിന്റെ 3:5 നമ്മളിങ്ങനെ വായിക്കുന്നത്, 3:3 നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ഈ കഷ്ടതകളിൽ ചഞ്ചല ചിത്തരാകരുതെന്ന് ഉപദേശിക്കാനുമായിരുന്നു അയാളെ അയച്ചത്. ഇത് നമ്മുടെ ഭാഗധേയമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നാം മർദ്ദനം സഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കമ്മിങ് ടു 2 തെസ്സലോനിയൻസിൽ ഇവിടെ നാം വായിക്കുന്നത്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, ആ ഒരു ജീവിതത്തിന് വേണ്ടി, ഇതിനു വേണ്ടിയാണല്ലോ നിങ്ങളെല്ലാം സഹിക്കുന്നത്. ദൈവം നീതിമാനാണ്. നമുക്ക് ഇത് ആശ്വാസത്തിന്റെ ഒരു വാക്ക്. ദൈവം നീതിമാനാണ്. ഗോഡ് ഈസ് റൈറ്റിയസ്, ഗോഡ് ഈസ് ജസ്റ്റിസ്. ദൈവം നീതിമാനാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ദൈവം പീഡിപ്പിക്കും. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി ടോട്ടലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെങ്കിൽ, വി ആർ എ വെരി ഡേഞ്ചറസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ലോർഡ് വിൽ റിവെഞ്ച്.
94 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പ്രതികാരത്തിന്റെ ദൈവമേ. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്ന നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ദൈവം പീഡിപ്പിക്കും, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ദൈവം പീഡിപ്പിക്കും. അപ്പോൾ പ്രബലരായ തന്റെ മാലാഖമാരോടുകൂടി ജ്വലിക്കുന്ന അഗ്നിയിൽ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ, വരാൻ പോകുന്നൊരു കാര്യം, ഇതല്ലാതെ ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം ബൈബിളിൽ എന്തൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം പൂർത്തിയായെങ്കിൽ ഇതും പൂർത്തിയാവും ഡെഫിനറ്റ്ലി. കർത്താവായ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ഇപ്പോൾ യാതന അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുകയും ചെയ്യും. ദൈവത്തെ അറിയാത്തവരെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരെയും അവൻ ശിക്ഷിക്കും. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തി പ്രഭാവത്തിൽ നിന്നും ബഹിഷ്കൃതരായി നിത്യനാശം എന്ന ശിക്ഷയ്ക്ക് വിധേയരാകും. നിത്യനാശം എന്ന ശിക്ഷ, ഇത് നോക്കാം, ഈ ക്രിസ്ത്യൻ ടീച്ചിങ് വഴിയുള്ള ഓൾമോസ്റ്റ് എല്ലാ റിലീജിയനും പഠിപ്പിക്കുന്നത് നിത്യനാശം പഠിപ്പിക്കുന്നില്ല. ഈവൻ ഇസ്ലാമില് മേ ബി മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് ഒരു ദിവസം സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ഹിന്ദുസത്തിൽ ഇങ്ങനെ സൈക്കിൾസ് ഉണ്ട്. ഇപ്പൊ യഹോവ സാക്ഷി പഠിപ്പിക്കുന്നിടത്ത് ഹെല്ലില്ല. കാരണം ഇത് ഒരു സ്നേഹിക്കുന്ന ഒരു ദൈവം ഇങ്ങനെ ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ സേസ് ഐ ബിലീവ് ഇറ്റ്. അതായത് സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് നിത്യനാശം എന്ന ശിക്ഷയ്ക്ക് വിധേയരാകും. തന്റെ വിശുദ്ധരിൽ മഹത്വപ്പെടാനും വിശ്വസിച്ചവരുടെ എല്ലാം മധ്യേ അത്ഭുത വിഷയമാകാനും കർത്താവ് എഴുന്നള്ളി വരുന്ന ആ ദിവസമായിരിക്കും അത് സംഭവിക്കുക. ഇത് സംഭവിച്ചേ പറ്റൂ. നോക്ക്, മോശയ്ക്ക് ലോകത്തിന്റെ എല്ലാ പ്ലഷേഴ്സും ഉണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും പവർഫുൾ ഡൈനാസ്റ്റിയാണ് ഈജിപ്ഷ്യൻ ഡൈനാസ്റ്റി, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതായത് ഫറോന്റെ, ഇങ്ങനെ പറയുമ്പോൾ ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും ഫറോന്റെ നോർമൽ മക്കളില്ലായിരുന്നു. ദി മോസസ് വുഡ് ഹാവ് ബീൻ ദി ഹെയർ. അപ്പോൾ എന്നാൽ നമ്മൾ മോശയെ കുറിച്ച് വായിക്കുന്നത് ഹീബ്രൂസ് 11:26. അപ്പൊ നമ്മളൊക്കെ ഈ മഹാന്മാര് ഹൃദയത്തിൽ ലോകസ്നേഹവും സമ്പത്തിനോടുള്ള സ്നേഹവും ഇല്ലാതെ ജീവിച്ചെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ അനുഭവങ്ങൾ എഴുതി കിട്ടിയിരിക്കുന്ന നമ്മൾ എത്രത്തോളം ജീവിക്കേണ്ടവരാ ചിന്തിച്ചു. അതിന്റെ 26 വായിക്കുമ്പോൾ, അല്ല 25 തുടങ്ങി വായിക്കുമ്പോൾ, 23 തുടങ്ങി വായിക്കാം. മോശ ജനിച്ചപ്പോൾ ശിശു സുന്ദരനാണെന്ന് കണ്ട മാതാപിതാക്കൾ വിശ്വാസത്താൽ 3 മാസം ശിശുവിനെ ഒളിച്ചു വെച്ചു. രാജകൽപ്പന അവർ ഭയപ്പെട്ടില്ല. രാജകൽപ്പന ഉണ്ടായിരുന്നു, ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ കൊന്നു കളയുന്നത്. രാജകൽപ്പന അവർ ഭയപ്പെട്ടില്ല. മോശ വളർന്നപ്പോൾ ഫറോന്റെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ വിശ്വാസത്താൽ വിസമ്മതിച്ചു. പാപത്തിന്റെ ക്ഷണിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനം സഹിക്കുന്ന മർദ്ദനത്തിൽ പങ്കാളിയാകാൻ അയാൾ ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് അയാൾ കരുതി. കാരണം അയാൾ പ്രതിഫലത്തിൽ അയാൾ കണ്ണ് നട്ടിരുന്നു. ഇപ്പൊ ആലോചിച്ച് നോക്കും, ഇംഗ്ലീഷാണ് ഇച്ചിരി നല്ലതാണ്. ദി പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് ദി വേൾഡ്. പാസിംഗ് പ്ലഷേഴ്സ്. നോക്ക്, ഇപ്പൊ നമ്മളെല്ലാം 1ാം ക്ലാസ്സിൽ പോയ ദിവസം ഓർക്കുന്നുണ്ട്. ഇപ്പൊ പലരും 50 കഴിഞ്ഞവരുണ്ട്. ഒരു അനദർ 50 years ജീവിക്കില്ല. ആലോചിച്ച് നോക്ക്. അതാ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ എന്താണ് നിങ്ങളുടെ ജീവിതം? ഇത് ഇപ്പൊ അപ്രത്യക്ഷമാകുന്ന ഒരു മഞ്ഞല്ലേ. നമുക്ക് ഇനി ജീവിച്ചിടത്തോളം കാലം ഞാൻ ജീവിക്കില്ല. ഞാൻ 1ാം ക്ലാസ്സിൽ പോയത് ഇന്നലെ എന്ന പോലെ ഓർക്കുന്നുണ്ട്. കല്യാണം കഴിച്ചത് ഇന്നലെ എന്ന പോലെ ഓർക്കുന്നുണ്ട്. സോ ഇത്ര വ്യർത്ഥമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിലയേറിയ പലതിനെ നശിപ്പിക്കുന്നത്. ലോകത്തോടുള്ള സ്നേഹം, പണത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ദൈവം വില കൊടുക്കാത്ത പലതിനോടുള്ള സ്നേഹം. നമുക്ക് നമ്മുടെ ജീവിതം എടുത്താൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് അവേഴ്സ് കൗണ്ട് ചെയ്താലും നമ്മൾ ലോകത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും. ഇറ്റ്സ് നാച്ചുറൽ, അല്ലാതെ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി എടുത്താൽ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിനില്ലാതെ എങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് കർത്താവിന് ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? നമ്മുടെ ജീവിതം എടുത്താൽ മതി. നമ്മൾ ഈ 1 Corinthians 10:31 എടുക്കുമ്പോൾ നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ചെയ്യുന്നത് എല്ലാം ദൈവനാമ മഹത്വത്തിനാണ്. ചിന്തിച്ചു നോക്ക്. അല്ലെ എങ്ങനെ നമ്മൾ കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടും? നമ്മൾ തിന്നുന്നത്, കുടിക്കുന്നത്, ചെയ്യുന്നതെല്ലാം, എല്ലാത്തിന്റെ ലക്ഷ്യം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം. നമ്മുടെ ഈ സമ്പത്തുണ്ടെങ്കിൽ കർത്താവിന് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദരിദ്രരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളഴിഞ്ഞ് നമ്മളത് വിനിയോഗിക്കാൻ നമ്മൾ വില്ലിങ് ആണോ? അതെയോ അക്യുമുലേറ്റിംഗ് വെൽത്ത് എഗെയിൻ ആൻഡ് എഗെയിൻ, ഒരിക്കലും മതി വരാത്ത. നമ്മൾ ഈ മീഖായിലും ഐസയിലും ഒക്കെ വായിക്കുന്നുണ്ട്. അവർ ഇസ്രായേൽക്കാരെ കുറിച്ച് എഴുതിയേക്കുന്ന
ഒരു സ്ഥലം വാങ്ങിക്കും, പിന്നെ അടുത്ത സ്ഥലം വാങ്ങിക്കും. അങ്ങനെ ആർക്കും സ്ഥലം കിട്ടാത്ത ഒരു കണ്ടീഷനായിരുന്നു ഇസ്രായേലിൽ. എഴുതിയിട്ടുണ്ട്, എക്സാക്ട് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കമ്മിങ് ബാക്ക് ടു 1 Corinthians 8 വരുമ്പോൾ, അപ്പൊ ഈ ഒരു വിഗ്രഹാരാധനയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായില്ലെങ്കിൽ ഡേഞ്ചറസാണ്. കാരണം ഈ വക മുഖാന്തരമാണ് അനുസരണ ഇല്ലാത്തവരുടെ മേൽ ദൈവത്തിന്റെ കോപം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ വേറെ ഒന്നും വെക്കാൻ ദൈവം സമ്മതിക്കില്ല. അത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. കർത്താവിന് മാത്രമേ അവിടെ സ്ഥാനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ദൈവം നമ്മളെ, അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ബലഹീന വിശ്വാസി, പക്വതയുള്ള വിശ്വാസി. കാരണം ഈ അറിവുള്ള വിശ്വാസിയുടെ അറിവില്ലാത്ത വിശ്വാസിക്ക് അത് അപകടം ഉണ്ടാകാൻ ഇടയായാൽ നമ്മൾ ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുന്ന 8:12 അങ്ങനെ നിങ്ങൾ സഹോദരർക്ക് എതിരായി പാപം ചെയ്ത് അവരുടെ ദുർബലമായ മനസാക്ഷിയെ വ്രണപ്പെടുത്തുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ഭക്ഷണം എൻ്റെ സഹോദരന്റെ വീഴ്ചയ്ക്ക് കാരണമാകുമെങ്കിൽ അയാളുടെ വീഴ്ചയ്ക്ക് കാരണമാകാതിരിക്കേണ്ടതിന് ഞാൻ ഒരിക്കലും മാംസം തിന്നുകയില്ല. അപ്പോൾ ഇത് ഇവിടെ വിഗ്രഹമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി ഏരിയകളിൽ ഇത് ആപ്ലിക്കബിൾ ആയി. ഇതിപ്പം ഇതിന്റെ കോണ്ടസ്റ്റ് ചെയ്യാൻ ഒന്നുകൂടെ പറയാം. ഈ കൊറിന്ത വിശ്വാസികളിലും പലരും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അതിൽ നല്ല പരിജ്ഞാനം ഉള്ളവർ മനസ്സിലാക്കി വിഗ്രഹം എന്നൊന്നും ഇല്ല എന്നും വിഗ്രഹാർപ്പിത ഇല്ല എന്നും, അതുകൊണ്ട് ഇത് വിഗ്രഹത്തിന് അർപ്പിച്ചാന്ന് കേട്ടാൽ അവർക്ക് ഒരു മനസാക്ഷിയും കുത്തും കൂടാതെ അവർ തിന്നുമായിരുന്നു. അപ്പൊ ഇത് കാണുന്ന വേറൊരു ബലഹീന വിശ്വാസി വിചാരിക്കുന്നത്, ബലഹീന വിശ്വാസിയെ സംബന്ധിച്ച് ഈ വിഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ വിഗ്രഹത്തിന് ഇത്തിരി പവർ ഉണ്ടെന്ന് വിശ്വസിച്ചേക്കുന്ന ആളാണ്. അപ്പൊ ഈ അറിവുള്ള ആള് തിന്നുന്ന കാണുമ്പോൾ വിചാരിക്കും, ഓ ഈ ഇദ്ദേഹം ആ വിഗ്രഹത്തെ മാനിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ പോയി വിഗ്രഹത്തോടുള്ള റെവറൻസിൽ ആ ഭക്ഷണം കഴിച്ചു. ഇതിനകത്ത് വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇതിന്റെ 9 തുടങ്ങി വായിച്ചു നോക്കി. എങ്കിലും നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ദുർബലർക്ക് ഒരു തരത്തിലും ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. അറിവുള്ള മനുഷ്യനായി നീ വിഗ്രഹത്തിന്റെ ആലയത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് കാണുമ്പോൾ വിഗ്രഹങ്ങൾക്ക് നിവേദിച്ച ഭക്ഷണം കഴിക്കാൻ ദുർബല മനസ്കർക്ക് ഉത്തേജനം ഉണ്ടാകുകയില്ലേ? കാരണം അങ്ങനെ വിചാരിക്കുന്നത്, നോക്ക്, ഇത്ര അറിവുള്ള ആൾ, ഇത്ര ഉപദേശിയായിട്ടുള്ള ആള് അപ്പോൾ ഈ ദേവന്റെ ഭക്ഷണത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ദേവൻ ഇത് എന്തോ ഇത്തിരി കാര്യമുണ്ട്, അതുകൊണ്ട് ഞാനും പോയി ആ റെവറൻസിൽ പോയി പങ്കെടുക്കും. അതായത് എഴുതിയേക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ ദുർബല മനസ്കർക്ക് ഉത്തേജനം ഉണ്ടാകുകയില്ലേ? ദുർബലനായ മനുഷ്യന് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ ആ സഹോദരന് നിന്റെ അറിവ് വിനാശകരമായി ഭവിക്കുന്നു. അങ്ങനെ നിങ്ങൾ സഹോദരനെതിരായി പാപം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ അറിവില്ലാത്തവൻ ആ കാര്യം പോയി പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് മോഹോഷിക്കും. അത് നമ്മൾ അറിഞ്ഞേ പറ്റും. പാപം ചെയ്താൽ ദൈവം കൈവഴിയും. അപ്പൊ ഈ കാര്യം ദുർബലനാണ്, പക്ഷെ പാപം ചെയ്താൽ പാപമാണ്. പാപത്തിന് അകവും പുറവില്ല. പാപമാണ്. പക്ഷെ അറിവില്ലായ്മയെന്ന് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നത്, ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് മൈ പീപ്പിൾ പെറിഷ്. ഹോശിയ 4:6 വായിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച, ഒന്നുകൂടെ എത്ര തവണ ചിന്തിച്ചാലും അത്രയും നല്ലതാണ്. ഹോശിയ 4:6 വായിക്കുമ്പോൾ ഇപ്പൊ ഒന്ന് വായിക്കും. എന്റെ ജനം അറിവില്ലായ്മ മൂലം നശിപ്പിക്കപ്പെടുന്നു. എന്റെ ജനം, നമുക്ക് ഇന്ന് മനുഷ്യൻ നശിക്കുന്നതിന്റെ മേജർ റീസൺ ലാക്ക് ഓഫ് നോളജ്. ലാക്ക് ഓഫ് നോളജിന്റെ റീസൺ ലാക്ക് ഓഫ് ലവ് ആണ്. ബട്ട് അറിവില്ലായ്മ മൂലം നശിക്കുന്ന, നമുക്കിപ്പം ആഹാബിന്റെ സമയത്ത് ഹീയല് ജെറിക്കോയ്ക്ക് അടിസ്ഥാനം ഇട്ടു, അറിയില്ലാത്തതുകൊണ്ടാണ്. ഉസ പോയി പേടകത്തെ തൊട്ടു, അറിയില്ലാത്തതുകൊണ്ട്. സെയിം വേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പലതിനും അടിസ്ഥാനം ഇടുന്നുണ്ട്, നമ്മൾ പലതിനും വേണ്ടാത്തടത്ത് പോയി തൊടുന്നുണ്ട്. ഇതിന്റെ ഡേഞ്ചറും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ട്. പക്ഷെ അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാപം ചെയ്താൽ ദൈവം കൈവടിയും. അതാണ് ബലിയാം ബാലാക്കിനെ കൊണ്ട് ചെയ്യിച്ചത്. കെണി വെച്ചു, ഇസ്രായേൽക്കാർ പാപം ചെയ്തു, ദൈവം അവർക്കെതിരായി. ഈ ബലിയാമിന് ഈ നോളജ് ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും പാപം ചെയ്യിച്ചാൽ ദൈവത്തിന്റെ സംരക്ഷണം പോകും. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്താൽ ദൈവത്തിന്റെ സംരക്ഷണം പോകും. അതുകൊണ്ടാണ് പാപത്തെ വെറുക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അറിവില്ലായ്മ മൂലം, അപ്പൊ നമ്മുടെ ജീവിതത്തില് അവിടെയാണ് നമ്മൾ അറിവ് സമ്പാദിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട തീഷ്ണത. കാരണം അറിവുണ്ട് പോലും ഇല്ല പോലും പാപം ചെയ്താൽ പാപം. നമുക്ക് ലോകത്തിലെ എക്സാമ്പിൾ എടുത്താൽ മതി. ഇപ്പോൾ നമ്മളൊരു കോടതി ചെന്നിട്ട് അറിവില്ലാതെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിയും വെറുതെ വിടുമോ? യു ആർ സപ്പോസ് ടു നോ. സെയിം വേ ഇപ്പൊ നമ്മള്, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ അറിവ് സമ്പാദിക്കാനും ദൈവത്തെക്കുറിച്ചുള്ള ദൈവജ്ഞാനത്തിൽ ദൈവം പ്രസാദിക്കാൻ കാരണമായി. ഹോശിയ തന്നെ 4 അധ്യായം എടുക്കുമ്പോൾ നമുക്ക് ദൈവകാര്യങ്ങളിൽ അറിവില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. അത് റീസൺ നമ്മൾ താല്പര്യം എടുക്കാത്തതുകൊണ്ടാണ്. കാരണം ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ട്. 4:1 തുടങ്ങി വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനമേ കർത്താവിന്റെ അരുളപ്പാട് കേൾക്കൂ,
ദേശത്തിലെ നിവാസികൾക്കെതിരെ കർത്താവിന് ഒരു ആരോപണമുണ്ട്. നമ്മൾ ഈ ദേശത്തിലെ നിവാസികളാണ്, നമ്മൾ ഇതിൽ പെട്ടാൽ നമുക്കെതിരെ കർത്താവിന് ഈ ആരോപണം ഉണ്ടായിരിക്കും. ദേശത്തിലെ നിവാസികൾക്കെതിരെ കർത്താവിന് ഒരു ആരോപണമുണ്ട്. ദേശത്ത് വിശ്വസ്തതയോ ദൈവജ്ഞാനമോ ഇല്ല. പിന്നെ ഉള്ളത് ആണയും കള്ളവും കൊലയും മോഷണവും വ്യഭിചാരവും ഉണ്ട് താനും. അതിലെത്തിയിരിക്കുന്നു. കൊലപാതകത്തെ തുടർന്ന് കൊലപാതകം നടക്കുന്നു. തന്മൂലം ദേശം വരണ്ടു പോകുന്നു. അതിലെ ജീവികളെല്ലാം വന്യജന്തുക്കളും ആകാശപ്പറവകളും അടക്കം ക്ഷയിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യം പോലും നശിക്കുന്നു. എന്നാൽ ആരും വിവാദത്തിന് ഒരുമ്പെടാതിരിക്കട്ടെ, ആരും കുറ്റാരോപണം നടത്താതിരിക്കട്ടെ. അല്ലയോ പുരോഹിത, എന്റെ കലഹം നിന്നോടാണ്. നീ രാവും പകലും ഇടറി വീഴും, പ്രവാചകനും നിന്നോടൊപ്പം ഇടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും, എന്റെ ജനം അറിവില്ലായ്മ മൂലം നശിപ്പിക്കപ്പെടുന്നു. അപ്പൊ ദേശത്തിനെതിരെ ഇപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിച്ച് വരേണ്ടവരാ. അത് നമ്മൾ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നതനുസരിച്ച് ദൈവം നമുക്ക് അത് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ കമ്മിങ് ബാക്ക് ടു 1 Corinthians 8, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഈ വിഗ്രഹാർപ്പിതമായിട്ടുള്ള ബന്ധത്തിൽ ആപ്ലിക്കബിൾ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് മെനി ഏരിയാസ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ തകർത്ത് കളഞ്ഞ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ട്രഡീഷനിൽ നിന്ന്. ഇപ്പൊ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ശിശുസ്നാനം, ദെൻ മരിച്ചവർക്ക് വേണ്ടിയുള്ള ചാത്തം എന്ന് പറയും, അത് കുറെ സഭക്കാർക്കൊക്കെ ഉണ്ട്. ദെൻ പിന്നെ എന്തൊക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, റിലീജിയസ് ഫങ്ഷൻസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിവുള്ള ഒരാൾ ഇതിന് പങ്കെടുക്കുമ്പോൾ അറിവില്ലാത്ത ഒരാൾ അകലെ നിന്ന് കാണുമ്പോൾ ചിന്തിക്കും, ഇത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, അത് വലിയ കുഴപ്പമില്ലാത്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ അറിവില്ലാത്ത ആള് അതിൽ പങ്കെടുത്ത് ആ ആൾക്ക് പാപം ചെയ്താൽ ദൈവം കോപിക്കും. അതിനകത്ത് മുഖപക്ഷമൊന്നുമില്ല ദൈവത്തിന്. കാരണം ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവം പാപമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഗലേഷ്യൻസ് 2:18 വായിക്കുന്നത്, ഗലേഷ്യൻസ് 2:18 നമ്മളിങ്ങനെ വായിക്കുന്നത്, പക്ഷെ ഒരു കാര്യം, ഞാൻ തകർത്ത് കളഞ്ഞത് ഞാൻ തന്നെ കെട്ടിപ്പൊക്കുകയാണെങ്കിൽ ഞാനൊരു നിയമലംഘകനാണെന്ന് വരും. നമ്മൾ ഉപേക്ഷിച്ച പല കാര്യങ്ങളുണ്ട് ഇല്ലേ? പൗരോഹിത്യം നമ്മൾ ഉപേക്ഷിച്ചതാ, ഇനി പുരോഹിതന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരിക്കുക. വിഗ്രഹം നമ്മൾ ഉപേക്ഷിച്ചതാ, വിഗ്രഹത്തിന് മഹത്വം കൊടുക്കുന്ന പെരുന്നാൾ, പള്ളിപ്പെരുന്നാൾ. നമുക്ക് ഈ തൃശ്ശൂരൊക്കെ ചെന്നാൽ പള്ളിപ്പെരുന്നാൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണം പോലെ അവിടെ എന്തോ ദേശത്തുള്ള ഭൂതത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അവിടെ ശരി നമ്മൾ പള്ളിപ്പെരുന്നാളിന് പോകത്തില്ല, പക്ഷെ അവിടെ എല്ലാം ഈ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളും എല്ലാവരും ഭയങ്കര ഒരു ഫംഗ്ഷൻ പോലെ വരും. വൈ യു ആർ കമ്മിങ്? നമ്മുടെ പേരൻസിനെ കാണാനാണെങ്കിൽ വേറെ ദിവസം വന്നുകൂടെ? ഈ പള്ളിപ്പെരുന്നാളിന് തന്നെ വരേണ്ട ആവശ്യമുണ്ട്. നോക്ക്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ തകർത്ത് കളഞ്ഞതിനെ നമ്മൾ കെട്ടിപ്പടുത്താൽ നമ്മളൊരു നിയമലംഘകനാണെന്ന് വരും. അതായത് ദൈവം ഹെയ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഹെയ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ. ഈ Psalm 139 എടുക്കുമ്പോൾ അതിന്റെ 21 തുടങ്ങി വായിക്കുമ്പോൾ 21, കർത്താവേ, നിന്നെ ദേഷിക്കുന്നവരെ ഞാനും ദേഷിക്കുന്നില്ലേ? ഇത് മനുഷ്യരെ ദേഷിക്കുന്ന കാര്യമല്ല, കർത്താവ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. നിന്നെ ദ്വേഷിക്കുന്നവരെ ഞാനും ദ്വേഷിക്കുന്നില്ലേ? നിനക്കെതിരെ തല ഉയർത്തുന്നവരെ ഞാനും കഠിനമായി വെറുക്കുന്നില്ലേ? ഞാൻ അവരെ അത്യന്തം വെറുക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി ഞാൻ എണ്ണുന്നു. അതെ, നോക്ക്, ഇത് വ്യക്തികളെ ഉദ്ദേശിച്ചല്ല. അതായത് ദി തിങ്സ് വിച്ച് ആർ ഹേറ്റഡ് ബൈ ദി ലോർഡ്. എന്റെ ഹൃദയം വെറുക്കുന്നില്ലെങ്കിൽ എന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം സെയിം വേവ് ലെങ്ത് ആയിരിക്കത്തില്ല. അതായത് കർത്താവെ, അവിടുന്ന് വെറുക്കുന്നതിനെ ഞാനും വെറുക്കുന്നില്ലേ? അങ്ങേക്കെതിരായി തല ഉയർത്തുന്നതിനെ ഞാനും കഠിനമായി വെറുക്കുന്നില്ല. ഞാൻ അതിനെ അത്യന്തം വെറുക്കുന്നു, അതിനെ എൻ്റെ ശത്രുക്കളായി ഞാൻ എണ്ണുന്നു. സിൻഫുൾ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത എനി സിറ്റുവേഷൻ, അതാ നമ്മുടെ എനിമീസ് എന്ന് പറയുന്നത്. അല്ല, നമുക്ക് എനിമീസ് ഇല്ല, മനുഷ്യർ നമുക്ക് ശത്രുക്കളല്ല. എന്നാൽ കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ വെറുക്കുന്നില്ല എങ്കിൽ നമുക്ക് കർത്താവിന്റെ പ്രീതിപാത്രങ്ങളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ വായിക്കുന്നുണ്ട്, ഹീബ്രൂസിൽ വായിക്കുന്നില്ലേ, അവൻ ദുഷ്ടതയെ വെറുത്തു നീതിയെ സ്നേഹിച്ചു, അതുകൊണ്ട് ദൈവം സഖാക്കൾക്കുപരി അല്ലെങ്കിൽ ഫെലോ ബിലീവേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഫെലോ ബിലീവേഴ്സിനെതിരെ ആനന്ദ തൈലം കൊണ്ട് ദൈവം. മെനി ടൈംസ് വി ആർ ഡിസപ്പോയിന്റഡ്, വി ആർ സോറോ സ്ട്രിക്കൺ, അല്ലെങ്കിൽ നമ്മൾ ഗ്രീഫ് സ്ട്രിക്കൺ ആകുന്നതിന് ഒരു റീസൺ ടു ദി എക്സ്റ്റെന്റ് ദൈവം പാപത്തെ ദുഷ്ടതയെ വെറുക്കുന്ന അളവിൽ നമ്മൾ ദുഷ്ടതയെ വെറുക്കുന്നില്ല. നമ്മൾ ദുഷ്ടത ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ അതിനെ വെറുക്കുന്നില്ല. ഗോഡ് ഹേറ്റ്സ് സിൻ. നമ്മൾ പാപത്തെ വെറുക്കുന്നില്ല. പാപത്തെ വെറുക്കാത്തിടത്തോളം കാലം
ദൈവം ആനന്ദ തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യത്തില്ല. നെവർ. നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആയിരിക്കും. 10 ദിവസം സന്തോഷമായിരിക്കും, പിന്നെ 15 ദിവസം ദുഃഖമായിരിക്കും. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ആയിരിക്കും. ഇങ്ങനെ സൈൻ വേവ് പോലെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കർത്താവ് വെറുക്കുന്ന പോലെ നമ്മൾ ദുഷ്ടത ചെയ്യത്തില്ല. മോസ്റ്റ്ലി ദുഷ്ടത ചെയ്യത്തില്ല, പക്ഷെ ഇതിനോട് വെറുപ്പില്ല. ആരെങ്കിലും ചെയ്യുന്ന കേട്ടാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തെ ആരെങ്കിലും ഡിസൊബേ ചെയ്യുന്ന കേട്ടാൽ ദാവീദ് പറയും 119 സങ്കീർത്തനത്തിൽ പറയാണ്, അവര് ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തതുകൊണ്ട് എൻ്റെ കണ്ണുകൾ കണ്ണീരരുവികൾ ഒഴുക്കുന്നു. നമ്മുടെ കണ്ണിലോ വേറുള്ളവരുടെ ഡിസൊബീഡിയൻസിനെ കുറിച്ച് കണ്ണീരരുവികൾ ഇല്ലാത്തതുകൊണ്ട് ദൈവം സഖാക്കൾക്കുപരി നമ്മെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നില്ല. കമ്മിങ് ബാക്ക് ടു, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും നമുക്ക് ഫ്രീഡം ഉണ്ട്. നോക്ക്, ഈ 1 Corinthians 6 എടുക്കുമ്പോൾ നമ്മൾ ഫ്രീഡത്തെ ദുരുപയോഗം ചെയ്യരുത്. 1 Corinthians 6 അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു കാര്യത്തിന് പോകുന്നത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും നമ്മൾ രക്ഷിക്കപ്പെടാതിരിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അറ്റ് ദി സെയിം ടൈം നമുക്കൊരു സ്റ്റാൻഡ് വേണം, നമ്മുടെ ക്രിസ്ത്യൻ കൺവിക്ഷൻ. അത് ശരി, ഈ പറഞ്ഞു കൊടുത്ത ഇത് പറഞ്ഞില്ല, ആദ്യ കുർബാനായി കൊള്ളെന്ന് പറഞ്ഞ് കത്തോലിക്കർക്ക് ഒരു പരിപാടിയുണ്ട്. നമുക്ക് ആദ്യ കുർബാന അവസാനത്തെ കുർബാന എല്ലാം കഴിഞ്ഞു പോയത്. ഒരു കുർബാന ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു പോയി. ഹീബ്രൂസ് 10:10 യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിക്കപ്പെട്ടു. ഇനി ആദ്യത്തെ കുർബാനയില്ല, അവസാനത്തെ കുർബാനയില്ല, കൊച്ചു കുർബാനയില്ല, കുട്ടി കുർബാനയില്ല, പാട്ട് കുർബാനയില്ല, മരിച്ചവർക്കുള്ള കുർബാനയില്ല, പിന്നെ എന്തൊക്കെ പലതരം കുർബാനയുണ്ട്. പിന്നെ കൂട് തുറന്നുള്ള കുർബാനയുണ്ട്, വിശുദ്ധർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ട്, കല്യാണ കുർബാനയുണ്ട്. ഇതെല്ലാം അവസാനിച്ചു പോയതാ. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ച് ഈ നമ്മൾ ബൈബിൾ വിരുദ്ധമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യത്തോടും കോപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു ദൈവപ്രീതിയില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ്. പലപ്പോഴും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റാത്തതിന്റെ റീസൺ വി ആർ മാൻ പ്ലീസേഴ്സ്. നമുക്ക് മനുഷ്യനെയും പ്രസാദിപ്പിക്കണം, ദൈവത്തെയും പ്രസാദിപ്പിക്കണം. ബൈബിൾ പറയുന്നു മനുഷ്യനോടുള്ള ഭയം ഒരു കെണി എന്ന് പറഞ്ഞാൽ കൊടുക്കാറ്. നമുക്ക് അപ്പേരന്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ്. ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നതിനെ കെണി എന്ന് പറയത്തില്ല, നോ. പക്ഷെ ഇത് മനുഷ്യനോടുള്ള ഭയം ഒരു കെണിയാണ്. നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഈ മാൻ കെണി അറിയാതെ പോയി അതിന്റെ കുടൽമാലയിൽ അമ്പ് കയറുന്നു, അല്ലെങ്കിൽ പക്ഷി ഇത് വീഴുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ നോട്ട് ഡിസൈപ്പിൾസ് ഓഫ് ദി ലോർഡ്. പൗലോസ് പറയുന്നുണ്ട് ഗലേഷ്യൻസ് 1:10 ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസനായിരിക്കത്തില്ല. ക്രിസ്തുവിന്റെ ദാസനെ സംബന്ധിച്ച് ലിവിങ് വിത്ത് ഓൺലി വൺ ആംബിഷൻ, ടു പ്ലീസ് ഹിസ് ബോസ്. കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ ജീവിക്കുന്നവരെ ക്രിസ്തീയ വിശ്വാസികൾ. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു 1 Corinthians 8 അതിന്റെ 3ാം സെന്റൻസില് 1 Corinthians 6 വായിച്ചില്ല, 6:12 തുടങ്ങി വായിക്കുമ്പോ വായിക്കുമ്പോ എല്ലാം എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്, എന്നാൽ ഒന്നിനും ഞാൻ അടിമയാകയില്ല. ഇതാണ് ക്രിസ്ത്യൻ ടീച്ചിങ്. അതായത് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ഓഫ് ഡൂസ് ആൻഡ് ഡു നോട്ട്സ്. നിയമം യഹൂദർക്കുണ്ടായിരുന്നു, ഇപ്പൊ മുസ്ലിംക്കുണ്ട്, പലർക്കും ഉണ്ട് നിയമങ്ങൾ. നമുക്ക് ഒരു നിയമവും ഇല്ല. ഒരു നിയമം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തഴിഞ്ഞ് ജീവിക്കുന്നവരല്ല. സോ വി ആർ കൺട്രോൾഡ് ബൈ ദി ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ്. മുന്നമേ കൽപ്പലകളിൽ നിയമം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വായിക്കുന്ന ഹീബ്രൂസ് 8 വായിക്കുന്ന എന്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതിയേക്കുക. ഇത് മാംസഫലകങ്ങൾ എഴുതിയേക്കുന്നത്. അപ്പൊ ഇന്ന് വി ആർ ടു ബി ഡ്രിവൺ ബൈ ദി ഹോളി സ്പിരിറ്റ്. കല്ലിൽ എഴുതിയേക്കുന്ന നിയമമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്ക്, ഒരു ഡൂസ് ആൻഡ് ഡു നോട്ട്സും ഇല്ല. അത് എഴുതിയേക്കുന്നത് എല്ലാം എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്. നോക്ക്, തിമോത്തി വീഞ്ഞ് തൊടില്ലായിരുന്നു. പൗലോസ് പറഞ്ഞു നോ, അങ്ങനെ ജീവിച്ചാൽ ക്രിസ്ത്യൻ ലൈഫ് ആകത്തില്ല, നീ വീഞ്ഞ് തൊടില്ല എന്നുള്ള കടമ്പിടുത്തം പാടില്ല. അതായത് ഡൂസ് ആൻഡ് ഡു നോട്ട്സ് അല്ല ക്രിസ്ത്യാനിറ്റി. അല്ലെങ്കിൽ ടച്ച് നോട്ട്, ടേസ്റ്റ് നോട്ട്, ഹാൻഡിൽ നോട്ട് അല്ല. എല്ലാം എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോയി, അല്ലെങ്കിൽ ഈ കൊറിയൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ വിഗ്രഹാർപ്പിതം തിന്നാൻ പോയി, അവിടെ പോയിരുന്നു. അത് നമുക്കറിയാം വിഗ്രഹം എന്നൊന്നും ഇല്ല എന്നും ഏക ദൈവം അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്നും ഈ വിഗ്രഹത്തെ ഉണ്ടാക്കിയേക്കുന്ന കല്ല് നമ്മുടെ ദൈവം സൃഷ്ടിച്ചതാണെന്നും വിഗ്രഹത്തെ ഉണ്ടാക്കിയേക്കുന്ന മരം നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എർത്ത് ആൻഡ് എവരിത്തിങ് ഇൻ ഇറ്റ് ബിലോങ്സ് ടു ദി ലോർഡ്. Psalm 24. എർത്ത് ആൻഡ് എവരിത്തിങ് ഇൻ ഇറ്റ് ബിലോങ്സ് ടു ദി ലോർഡ്. കല്ലും മരവും മൂട്ടിയും എല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ പരിജ്ഞാനം നമുക്ക് ഉണ്ട്, എന്നാൽ ഈ പരിജ്ഞാനം ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഗ്രഹം അർപ്പിതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഇതിന് പോയത് കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടാതിരിക്കുന്നതല്ല. ബട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എന്നെ ഇവിടെ ആദ്യ കുർബാനയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ഐ വിൽ നോട്ട് കം.
പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫംഗ്ഷന് വരേണ്ട, ബിരിയാണി തിന്നാൻ മതി. ഞാൻ പറഞ്ഞു എന്നെ ദൈവം പട്ടിണിക്ക് ഇടുന്നില്ല. എനിക്കിപ്പോൾ ഈ ആദ്യ കുർബാനയുടെ ഒരു ബിരിയാണി പോയി തിന്നേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ കം ടു അനദർ ഡേ ടു യുവർ ഹൗസ്. നമുക്ക് ഇത് പറഞ്ഞേക്കുന്ന പോലെ തിന്നാതിരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, തിന്നുന്നത് കൊണ്ട് നേട്ടമില്ല. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഫ്രീഡം ഒക്കെ ഉപയോഗിച്ച് പോകാൻ പോയിട്ട് അത് എന്തെങ്കിലും പ്രശ്നത്തിൽ വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടായി കർത്താവ് നമുക്കെതിരായി തീർന്നാൽ എല്ലാം പോയി. ഇഫ് ലോഡ് ഈസ് നോട്ട് വിത്ത് us, we are powerless. The joy of the Lord is our strength. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്, എന്നാൽ ഒന്നിനും ഞാൻ അടിമയാകയില്ല. ഭക്ഷണം വയറിനുള്ളതാണ്, വയറ് ഭക്ഷണത്തിനുള്ളതാണ്. പക്ഷെ ദൈവം ഇവ രണ്ടും നശിപ്പിക്കും. ശരീരം അസാൻമാർഗതയ്ക്കുള്ളതല്ല, കർത്താവിനുള്ളതാണ്. കർത്താവ് ശരീരത്തിനുള്ളത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല. ഇത് നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ളത്. ശരീരം കർത്താവിനുള്ളതാണ്, കർത്താവ് ശരീരത്തിനുള്ളതാണ്. നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ലോർഡ് മൈ ബോഡി ബിലോങ്സ് ടു, ഇറ്റ് ഈസ് ഫോർ യു. അപ്പം നമ്മുടെ ശരീരം നമ്മൾ കർത്താവിന് ഇട്ട് കൊടുക്കുമ്പോൾ കർത്താവ് നമുക്കുള്ളതാണ്. അതായത് ശരീരം കർത്താവിനുള്ളത്, കർത്താവ് ശരീരത്തിനുള്ളത്. അപ്പൊ നമ്മൾ ഈ കിട്ടിയേക്കുന്ന ഫ്രീഡം അത് നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടവരാ, അല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, സ്വതന്ത്രരായിട്ട് ജീവിക്കുക, എന്നല്ല സ്വാതന്ത്ര്യം ഒരിക്കലും കാപട്യത്തിന് മൂടുപടാണ്. അല്ലെങ്കിൽ ഈ ഫ്രീഡം നമ്മൾ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, ദൈവഭയത്തിൽ തന്നെ അത് ഉപയോഗിക്കണം. കമ്മിങ് ബാക്ക് ടു 1 Corinthians 8 3 സെന്റൻസ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സെന്റൻസ്. 8:3 ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. അതൊരു നമുക്ക് എല്ലാവർക്കും ആശ്വാസം തരേണ്ട ഒരു വാക്കത്. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാത്ത മനുഷ്യരെ ദൈവത്തിന് അറിയില്ലെന്നാണ്? നോ. അതിന്റെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. ഇപ്പൊ നമുക്കറിയാം നിത്യജീവനെ കുറിച്ച് കർത്താവിന്റെ തന്നെ ഡെഫിനിഷൻ, ഏകസത്യദൈവമായ നിന്നെ നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഗോയിങ് ടു ഈ സ്ഥലം മാറ്റിലെടുക്കും. ഗലേഷ്യൻസ് 4 എടുക്കുമ്പോൾ അവിടെ അതിന്റെ 8 തുടങ്ങി വായിക്കുമ്പോൾ, മുമ്പ് ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ ദൈവങ്ങളല്ലാത്തവയുടെ ബന്ധനത്തിലായിരുന്നു. ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, മാത്രമല്ല ദൈവം നിങ്ങളെയും അറിയുന്നു. അപ്പോൾ ഒന്നാലോചിച്ചത്, അതിനു മുമ്പ് ദൈവത്തിന് എപ്പോഴും നമ്മളെ അറിയാം, ലിറ്ററൽ സെൻസ് ഇല്ലേ? ദൈവത്തിന് എല്ലാ മനുഷ്യരെ അറിയാം, എല്ലാവരെയും അറിയാം. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ചിന്തിച്ചു നോക്കി. മാത്രമല്ല ദൈവം നിങ്ങളെ അറിയുന്നു മീൻസ് ദൈവത്തിന് നമ്മൾ പ്രിയപ്പെട്ടവരായി തീർന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി. നമ്മൾ ടൈറ്റസിൽ വായിക്കുന്ന പോലെ യു ആർ എ പെക്കൂലിയർ പീപ്പിൾ. ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ ശ്രേഷ്ഠ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പെക്യൂലിയർ പീപ്പിൾ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ദൈവം നിങ്ങളെ അറിയുന്നു. ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, മാത്രമല്ല ദൈവം നിങ്ങളെയും അറിയുന്നു. നോക്കാം, നമുക്കിപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് എല്ലാ പ്രസിഡന്റിനെ അറിയില്ല, പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രൈം മിനിസ്റ്റർ നമ്മളെ അറിയില്ല. എന്നാൽ ആ പ്രൈം മിനിസ്റ്ററുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന പോലത്തെ ഒരു അവസ്ഥയെ രക്ഷിക്കപ്പെട്ട് കഴിയുന്നു. അതവിടെ എഴുതിയേക്കുന്നത്. അല്ലാത്തവരെ ദൈവത്തിന് അറിയാന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റിമസി. ഇപ്പം അത് എഴുതിയേക്കുന്നത് മനസ്സിലാണെങ്കിൽ നമുക്ക് ആ അറിയുക എന്ന് ബൈബിളിൽ എഴുതിയേക്കുന്നത്. ഇപ്പം മാത്യു ചാപ്റ്റർ 1 എഴുതിയിട്ടുണ്ട്, ജോസഫ് മേരിയെ അറിഞ്ഞില്ല, ദെൻ ആദം ന്യൂ ഈവ് ഷി കൺസീവ്ഡ്. അപ്പൊ ഇവിടെ നമ്മളെ ദൈവം അറിയുമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി, അല്ലെങ്കിൽ കണ്ണിലുണ്ണിയായി, കൃഷ്ണമണിയായി, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീർന്നു. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു 8 എടുക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ വലിയൊരു ഫ്രീഡം ആണ് ആലോചിച്ചത്. നമുക്ക് കർത്താവിനോട് എത്ര സ്നേഹമുണ്ടെന്ന് കർത്താവിന് അറിയാം, നമ്മുടെ സ്നേഹത്തിന്റെ ആഴം അറിയാം. ഉള്ളതെല്ലാം വിറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ വിറ്റ് കൊടുക്കുന്ന സ്നേഹം നമുക്കുണ്ടോ എന്ന് അറിയാം. അല്ലെങ്കിൽ നമുക്ക് പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പൗലോസിന്റെ Acts 20:24 എന്ന് വായിക്കുമ്പോൾ, എങ്കിലും എന്റെ ജീവൻ എന്തെങ്കിലും വിലയുള്ളതായോ എനിക്ക് തന്നെ വിലപ്പെട്ടതായോ ഞാൻ പരിഗണിക്കുന്നില്ല. കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ശുശ്രൂഷയും ദൗത്യവും പൂർത്തിയാക്കണമെന്നും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്നും മാത്രമേ എനിക്കുള്ളൂ. അതർവൈസ് നമ്മുടെ ലൈഫ് ഇസ് ഇൻ എ ഡേഞ്ചറസ് കണ്ടീഷൻ. അതായത് എൻ്റെ ജീവന് എന്തെങ്കിലും വിലയുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ജീവിക്കുന്നത്.
See, if somebody is able to provocate you, you are still alive. നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്തു, സംസാരിച്ചു, ഇടപെട്ടു, നമ്മൾ wounded ആയി. You are not a Christian. You are a Gentile. Double the hell of the എന്താ പറയുക, ഹെല്ലിന്റെ ചൈൽഡാണ്. എൻ്റെ ജീവൻ എന്തെങ്കിലും വിലയുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, എനിക്ക് തന്നെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നില്ല. only one ambition. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഞാൻ ഏറ്റ ശുശ്രൂഷ. നമുക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷ ഉണ്ട്. വേറെ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ജീവിച്ചു മരിക്കുക എന്നുള്ള ശുശ്രൂഷ നമ്മളെല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നേടിയ അല്ലെ സ്വീകരിച്ച ശുശ്രൂഷ പൂർത്തിയാക്കണമെന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പിള്ളേരെ വളർത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ലിവിങ് വിത്ത് ഓൺലി വൺ ആംബിഷൻ. നമുക്ക് ഇത് ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി അല്ല, ഇത് ഏത് നൂറ്റാണ്ടിലാണെങ്കിലും ഇങ്ങനെയല്ലാത്തൊരു ക്രിസ്ത്യാനിറ്റിയേ അല്ല. വി ആർ ഡിസീവ്ഡ്. കാരണം അന്ത്യകാലത്ത് കള്ള ക്രിസ്തുമാരും കള്ള പ്രവാചകരും വരും. കള്ള പ്രവാചകൻ എന്ന് പറയുന്നത് കള്ള സുവിശേഷം പറയുന്നവനാണ് കള്ള പ്രവാചകൻ എന്ന് പറയുന്നത്, അല്ല കള്ള പ്രവാചകൻ എന്നുള്ള ടൈറ്റിൽ വരുന്ന ആളല്ല. then again പോളിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ 21:13 എടുക്കുമ്പോൾ ബാബുന്ന് വെച്ചു ആക്സ് 21:13 നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കരഞ്ഞ് എന്റെ ഹൃദയം തകർക്കുകയാണോ? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ജെറുസലേമിൽ തടവിലാകാനും മരണം പോലും വരിക്കാനും ഞാൻ ഒരുക്കമാണ്. കർത്താവ് അത് സ്നേഹത്തിന്റെ ഒരു അളവുകോല. അല്ല, ഇപ്പൊ നമ്മള് പത്രോസ് പറഞ്ഞു ഞാൻ മരിക്കേണ്ട വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. പക്ഷെ സിറ്റുവേഷൻ വന്നപ്പോൾ ഉപേക്ഷിച്ചു. നമുക്ക് സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടില്ല, പക്ഷേ ആർ വി വില്ലിംഗ് ടു ഡൈ ഫോർ ദി സേക്ക് ഓഫ് ദി ലോർഡ്? നമ്മൾ കർത്താവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരെങ്കിൽ, ഇറ്റ്സ് എ ഡിറ്റർമിനേഷൻ. നമ്മൾ കർത്താവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരെങ്കിൽ കർത്താവിന്റെ ഒരു കൽപ്പന അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് മെനി ടൈംസ് നമ്മൾ തെറ്റിപ്പോകുന്നത്, വീണു പോകുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ദി ലവ് ഓഫ് ദി ലോർഡ് കോൺസ്ട്രെയിൻസ് മീ. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് 2 വയസ്സത്തൊട്ടാണ്. ബുദ്ധിമുട്ടുള്ള ഒരു കൽപ്പനയില്ല ഇതിനകത്ത്, ഒരു കൽപ്പനയില്ല ബുദ്ധിമുട്ടുള്ളൂ. നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. നമുക്ക് പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, പിള്ളേർക്ക് വേണ്ടി കഷ്ടം സഹിക്കാറുണ്ട്, ബുദ്ധിമുട്ട് സഹിക്കാറുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അറ്റ് ദി സെയിം കർത്താവിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത് ക്രിസ്ത്യാനിറ്റിയെ അല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ഒരു വൺ വേർഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായിട്ട് നമുക്ക് ഇതില് യാക്കോബിന്റെ ലേഖനം എടുക്കുമ്പോൾ ചാപ്റ്റർ 1 2 verse അതിന്റെ ആ സെന്റൻസ് 1:12 1:12 വായിക്കുമ്പോൾ പോകുന്ന വായിക്കും. പരീക്ഷകളെ ക്ഷമാപൂർവ്വം നേരിടുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അയാൾക്ക് ലഭിക്കും. അതെ, ഈ വാഗ്ദത്തങ്ങൾ എല്ലാവർക്കും തന്നെ സ്നേഹിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹൂഇസ് എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്ന സിമ്പിൾ ഡെഫിനേഷനാണ്. അതായത് തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ, തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന കിരീടങ്ങൾ. ദെൻ ഈ 1 കൊരിന്തോസ് 2:9 വായിക്കുമ്പോൾ അതൊന്ന് വായിച്ചപ്പോൾ അപ്പം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നല്ലോ: കണ്ണുകൾ കാണാത്തതും കാതുകൾ കേൾക്കാത്തതും മനുഷ്യ ഹൃദയങ്ങൾ നിരൂപിക്കാത്തതുമാണ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നത്. Everything is prepared for those who are loving him. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം, എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാം. എന്ത് സാഹചര്യങ്ങൾ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും കൈവെടിയുന്ന ഒരു കർത്താവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഹി വിൽ നെവർ ഫോഴ്സേക്ക് us, നെവർ ലീവ് us. ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമുക്ക് ഒരിക്കലും ദാവീദ് 1 സാമുവേൽ 30, ഇത് ദാവീദ് രാജാവാകുന്നതിന് മുമ്പുള്ള സംഭവമാണ്. 1 സാമുവേൽ 30. അതായത് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ബുദ്ധിമുട്ടും ദാവീദിന്റെ പാപവുമായിട്ട് ഒരു ബന്ധമില്ല. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ടെൽ. കാരണം രാജാവായതിനു ശേഷം നമുക്കറിയാം പാപം ചെയ്തൊക്കെ അതിന് മുമ്പാണ്. ഇതില് 1 സാമുവേൽ 30 ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ജസ്റ്റ് 3-ാം ദിവസം ദാവീദും ആളുകളും സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ നെഗേവും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിക്ലാഗ് കീഴടക്കുകയും അഗ്നിക്കിരയാക്കുകയും സ്ത്രീകളെയും ചെറിയവരെയും വലിയവരെയും ആയി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തടവുകാരാക്കുകയും ചെയ്തിരുന്നു.
അവർ ആരെയും വധിച്ചില്ല, അവരെല്ലാം കൂട്ടി തങ്ങളുടെ വഴിക്ക് പോയതേ ഉള്ളൂ. ദാവീദും ആളുകളും നഗരത്തിലെത്തിയപ്പോൾ നഗരം ചാമ്പലായി എന്നും ഭാര്യമാരും പുത്രിപുത്രന്മാരും തടവുകാരായി പിടിക്കപ്പെട്ടു എന്നും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ഉറക്കെ കരഞ്ഞു. ദാവീദിന്റെ 2 ഭാര്യമാരെയും, അതായത് യെസേൽക്കാരി അഹീനോമിനെയും കർമ്മേലിലെ നാബാലിന്റെ വിധവ അബീഗായിലിനെയും തടവുകാരായി കൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ വിഷമത്തിലായി. അയാളെ കല്ലെറിയണമെന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. കാരണം തങ്ങളുടെ പുത്രിപുത്രന്മാരെ ചൊല്ലി എല്ലാ ജനങ്ങളുടെയും ഹൃദയം കലുഷിതമായിരുന്നു. അതിന് മുമ്പ് ഒരു സെന്റൻസ് വായിക്കാൻ വിട്ടുപോയി. അപ്പോൾ ദാവീദും കൂടെ ഉള്ളവരും ഉറക്കെ കരഞ്ഞു, തളരും വരെ അവർ കരഞ്ഞു. അവസാനം നോ എനർജി ടു ക്രൈ. അതായത് എല്ലാം പിടിച്ചുകൊണ്ടുപോയി, ഭാര്യമാരെയും പിള്ളേരെയും സമ്പത്ത് ചെന്നപ്പോൾ എല്ലാം കത്തിച്ചാമ്പലേ, എവറിത്തിങ് ഈസ് ഗോൺ. ദാവീദ് ലീഡർ ആയിരുന്നതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവരെന്ന് പറഞ്ഞു, ഇവനാണ് ഈ നാശത്തിനെല്ലാം കാരണം. ദാവീദിന് മനുഷ്യന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എല്ലാം നല്ല, നമ്മളൊരു സിനിമാ പാട്ട് പാടില്ല, കരയുമ്പോൾ അല്ല ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ, കരയുമ്പോൾ നിഴൽ മാത്രമേ ഉണ്ടാകൂ. ഇറ്റ് ഈസ് ട്രൂ. നമുക്ക് ദാവീദിന്റെ കൂടെയുള്ള ആൾക്കാർ പ്രിയപ്പെട്ടവരാ, പക്ഷെ അവനവന് നഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ ദാവീദിനെതിരായി. ഹ്യൂമൻ നേച്ചർ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരാൾ എതിരായാലും അതിനെക്കുറിച്ച്, ആൾക്കാരെ കുറിച്ച് നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് ചിന്തിക്കരുത്. ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ. അതായത് ദാവീദ് തളരും വരെ കരഞ്ഞു, കഷ്ടത്തിലായി, എല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥകൾ, കരഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥകൾ പലർക്കും ഉണ്ടാവും. ബട്ട് അതിന്റെ 6ാം സെന്റൻസിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ ലാസ്റ്റ് പാർട്ട്, ഇവിടെയാണ് അതിന്റെ ശക്തി. ദാവീദ് തന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ശക്തി ആർജിച്ചു. There lies the victory. അവിടെയാണ് നമ്മുടെ വിക്ടറി. നമുക്ക് കഷ്ടം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, കൂടെയുള്ളവർ തെറി വിളിക്കും, കല്ലെറിയും, എല്ലാം ചെയ്യും, നോ പ്രോബ്ലം. എല്ലാം നഷ്ടപ്പെട്ടു, കരയേണ്ട കണ്ടീഷൻ വന്നു, ഇനി കരയാൻ എനർജി ഇല്ലാതായി, തളരും വരെ കരഞ്ഞു. ബട്ട് ദാവീദ് തന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ശക്തി ആർജിച്ചു. ദെൻ തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ, അതിന്റെ 16 തുടങ്ങി വായിക്കുമ്പോൾ, അയാൾ ദാവീദിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ചെന്നപ്പോൾ ഇതാ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്താകെ ഉടനീളം വ്യാപിച്ചിരിക്കുന്നു. ഫെലിസ്ത്യ ദേശത്ത് നിന്നും യഹൂദ ദേശത്ത് നിന്നും അവർ കൈവശപ്പെടുത്തിയ മികച്ച കൊള്ളമുതലുകളെ ചൊല്ലിയായിരുന്നു ഇത്. ദാവീദ് സന്ധ്യ തുടങ്ങി പിറ്റേന്ന് വൈകുന്നേരം വരെ അവരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്ത് കയറി പാഞ്ഞുപോയ 400 യുവാക്കന്മാർ ഒഴികെ അവരിൽ ഒരാളും രക്ഷപ്പെട്ടില്ല. അമാലേക്കർ അപഹരിച്ചതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. ദാവീദ് തന്റെ 2 ഭാര്യമാരെയും മോചിപ്പിച്ചു. പുത്രിപുത്രന്മാരെയും കൊള്ള വസ്തുക്കളോ അപഹൃത വസ്തുക്കളിൽ എന്തെങ്കിലുമോ, അങ്ങനെ ചെറുതോ വലുതോ ആയ എന്തെങ്കിലുമോ നഷ്ടപ്പെട്ടില്ല. ദാവീദ് എല്ലാം വീണ്ടെടുത്തു. സോ നോക്ക്, നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞ ഒന്നും നഷ്ടപ്പെടത്തില്ല, നോ. പക്ഷെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ജീവിതത്തിൽ വരും. നോക്കി, ഇത് ദാവീദ് ഒരു പാപം ചെയ്ത കേസല്ല, ദാവീദ് രാജാവാകുന്നതിന് മുമ്പുള്ള കേസ്. ദാവീദിന് കഷ്ടത്തിൽ പോയി. ജോസഫ് ഒരു തെറ്റും ചെയ്തില്ല. ജോസഫ് കഷ്ടത്തിൽ പോയി, പൊത്തിഫറുടെ വീട്ടിൽ ജയിലിലായി, സഹോദരന്മാരെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു, അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിച്ചു. ബട്ട് ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ദാവീദിന് മിസറബിൾ കണ്ടീഷൻ വന്നു, എന്നാൽ ദാവീദ് തന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ശക്തി ആർജിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചാല് നോ ബഡി വിൽ ലൂസ് എനിത്തിങ്. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവൻ സിയോൻ പർവ്വതം പോലെയാണ്. സിയോന് ചുറ്റും പർവ്വതങ്ങൾ എന്ന പോലെ കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ചുറ്റും കർത്താവിന്റെ സംരക്ഷണ വലയമുണ്ട്. ദെൻ സക്രിയയിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളെ സ്പർശിക്കുന്നവൻ അവന്റെ കൃഷ്ണമണിയല്ലോ സ്പർശിക്കുന്നത്. ദെൻ ഐസയ 46 നമ്മൾ വായിക്കുന്നു, ബാല്യം മുതൽ നിങ്ങളെ സംരക്ഷിക്കുന്നവൻ നിങ്ങളുടെ തല നരയ്ക്കുമ്പോൾ മരണം വരെയും നിങ്ങളെ കാത്തു സൂക്ഷിക്കും. നിങ്ങൾക്കെതിരെ രൂപം കൊടുക്കുന്ന ഒരു ആയുധവും വില പോകത്തില്ല, നിങ്ങൾക്കെതിരെ ഒരു ആഭിചാരവും വില പോകത്തില്ല. അതായത് ഇവിടെ ദാവീദിന്റെ കാര്യം എഴുതിയേക്കുന്നത് ഒരു എക്സാമ്പിളാണ്. അതായത് ദാവീദ് എല്ലാം വീണ്ടെടുത്തു. നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരും, കഷ്ടങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും. പക്ഷെ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളത് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യും. കർത്താവിലേക്ക് തിരിയുന്നെങ്കിൽ നത്തിങ് യു വിൽ ലൂസ്. നമ്മൾ ഏറെ വിക്ടോറിയസ് ആയിട്ട് വരും. ദൈവം കഷ്ടം അനുവദിച്ചാൽ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തന്നെ തിരിഞ്ഞാൽ നമ്മൾ എമർജ് ചെയ്യുമ്പോൾ മോർ വിക്ടോറിയസ് ആയിരിക്കും. നമുക്ക് നെബൂഖദ്നേസർ ശദ്രക് മേശക് അബേദ്നേഗോവിനെ പിടിച്ച് തീയിലിട്ടു. അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും, ഇനി രക്ഷിച്ചില്ലേ നോ പ്രോബ്ലം, ദാറ്റ് ഈസ് അവർ ആറ്റിറ്റ്യൂഡ്. അല്ല എല്ലാം എന്നോട് ദൈവത്തിൽ നിന്ന് ലെറ്റ് ലോർഡ് ഡിസൈഡ്. കർത്താവ് പ്രാർത്ഥിച്ച പോലെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറും. വി ഹാവ് ഓൾ ദി റൈറ്റ് ടു ആസ്ക് പ്രേ എനിത്തിങ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഡീഫോൾട്ട് ആയിട്ടുണ്ട്, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു.
അപ്പൊ അതില് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ കർത്താവിലോട്ട് തിരിയുന്ന മനുഷ്യർ, ശബ്ദത്തിൽ മേശക്ക് അഭിനയവും തീന്ന് പുറത്ത് വന്നപ്പോൾ അവര് എക്സാൾട്ടഡ് ആയി. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു, പുറത്ത് വന്നപ്പോൾ മോർ വിക്ടോറിയസ് ആയിട്ട് പുറത്തു വന്നു. നമ്മൾ തീയിൽ വീണാല്, ദൈവം നമ്മുടെ തീയിലിട്ടാല് എമർജി ചെയ്യുമ്പോൾ വിശ്വാസത്തിലാണ് എമർജി ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ഇൻ എ ബെറ്റർ കണ്ടീഷൻ. ഇറ്റ്സ് അഷ്വേർഡ്, ഗ്യാരണ്ടീഡ്. കാരണം എപ്പോഴും ദൈവം മോസ്റ്റ്ലി ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ജോലിയിലെ പ്രൊമോഷൻ, ഒരു എക്സാൾട്ടേഷന് മുമ്പായിട്ടായിരിക്കും ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. എ ഫെയ്ത്ത് വിച്ച് ഈസ് നോട്ട് ടെസ്റ്റഡ് കനോട്ട് ബി ട്രസ്റ്റഡ് എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ക്യാരക്ടറാണ്. പ്രോവെർബ്സ് 17:3 എടുക്കുമ്പോൾ വെള്ളിക്ക് പുടം പൊന്നിന് മൂശ, ഹൃദയങ്ങളെ കർത്താവും ശോധന ചെയ്യുന്നു. So Lord is in the business of continuously testing the hearts of the human beings. ദൈവം ഹൃദയങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്രാഹത്തിന്റെ വിശ്വാസം ദൈവം ടെസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ടെസ്റ്റില് നമ്മൾ വിക്ടോറിയസ് ആയാല് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇയർ എൻഡിന് പരീക്ഷ നടത്തുന്നത്? എന്തിനു വേണ്ടി? സ്കൂളിൽ ഇറ്റ്സ് ഫോർ പ്രൊമോഷൻ. പരീക്ഷ തോറ്റാ അടിയിലോട്ട് പോകും, ജയിച്ചാൽ നെക്സ്റ്റ് ഇതിലേക്ക് കയറും. അപ്പോൾ വെൻ ദർ ഇസ് എ ടെംപ്റ്റേഷൻ ഓർ ടെസ്റ്റ്, നമ്മളത് വിശ്വാസത്തിൽ ഓവർകം ചെയ്താൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ പ്രൊമോഷൻ ഇൻ അവർ ബോത്ത് സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസാണ്, കർത്താവിനുള്ള അനുസരണ. ഓക്കെ, അബ്രാഹാം വിശ്വാസത്താൽ അനുസരിച്ചു. വിശ്വാസം, അനുസരണം, സ്നേഹം ഇതെല്ലാം വൺ ആൻഡ് ദി സെയിം ആണ്. അപ്പൊ കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അനുസരിക്കുന്നു. ദെൻ അത് ദൈവത്തിന് അങ്ങോട്ടുള്ള സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ, ഒബീഡിയൻസ് ടു ദി കമാൻഡ്മെന്റ്സ്. ദെൻ അതിന് നോക്ക്, ഈ ബൈബിളില് എല്ലാത്തിനും മെഷറിങ് സിമ്പിൾസ് അല്ലെങ്കിൽ മെഷറിങ് എന്താ പറയുന്നത് സയൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും സ്നേഹം ഉണ്ടെന്ന് പറയത്തുള്ളൂ. ആൻഡ് ദൈവത്തോടുള്ള കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിലും എല്ലാവരും അനുസരിക്കും. കാരണം ബുദ്ധിമുട്ടില്ലാത്ത കൽപ്പനകളൊക്കെ മോസ്റ്റ്ലി എല്ലാവരും അനുസരിക്കും. ദെൻ ഈ 1 John 4:7 തുടങ്ങി വായിക്കുമ്പോഴാണ് ദൈവത്തോട് സ്നേഹം ഉണ്ടോ എന്നുള്ളതിന്റെ ലോകത്തിലെ ടെസ്റ്റ്. 4:7 തുടങ്ങി വായിക്കാം. ഞാൻ ജസ്റ്റ് വായിക്കുന്നുള്ളൂ, നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനും ദൈവത്തെ അറിയുന്നവനുമാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനും ദൈവത്തെ അറിയുന്നവനുമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാകുന്നു. ദൈവസ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടത് ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനിലൂടെ നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തെ നാം സ്നേഹിച്ചു എന്നതിലല്ല, അവൻ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അത്രത്തോളം സ്നേഹിച്ചുവെങ്കിൽ നമ്മളും അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തെ ഒരു മനുഷ്യനും ഒരിക്കലും കണ്ടിട്ടില്ല. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവന്റെ സ്നേഹം നമ്മിൽ സമ്പൂർണ്ണമാകുകയും ചെയ്യും. അവൻ തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല, ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. Romans 8:9. അത് ദൈവത്തിന്റെ ആത്മാവില്ല ഉള്ളതുകൊണ്ടാണ് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ വെറുതെ വിളിക്കാം. ബട്ട് അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതിൽ നിന്നാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവൻ അവനിൽ ദൈവം അവനിലും വസിക്കുന്നു. തന്നെ ഒരു പാരലൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ 16. ഇങ്ങനെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അയാളിലും വസിക്കുന്നു. നോക്ക്, 13-16 സെയിമാണ്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവനില് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവൻ ദൈവത്തിലും അവൻ ദൈവത്തിലും വസിക്കുന്നു. സെയിം വേ സ്നേഹിക്കുന്നവൻ ദൈവത്തിലും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താ പറയുന്നത്, ഇഗ്നറൻസ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ എഴുതിയേക്കുന്ന എല്ലാ സ്നേഹവും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അഗാപ്പയാണ്. അതായത് ഈ എഴുതിയേക്കുന്ന അഗാപ്പെ ലവ് രക്ഷിക്കപ്പെടാത്ത ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നോ, നെവർ. ഈ ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന അപ്പൊ ഇവിടെ ഈ സ്നേഹം എന്ന് പറഞ്ഞേക്കുന്ന ഈ സ്നേഹം ദൈവം തരുന്ന സ്നേഹം, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹം. Romans 5:4-5. അപ്പൊ ഇതില് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർക്ക്
ഒരിക്കലും അഗാപ്പെ ലവ് ഉണ്ടാകത്തില്ല. സ്നേഹമുണ്ട്. നോക്ക്, 2 വേർഡുകൾ അഗാപ്പെ ആൻഡ് ഫീലിയ. അറിയാവുന്ന കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നിനക്ക് അഗാപ്പെ ഉണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, എനിക്ക് ഫീലിയ ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് ചോദിച്ചു, നിനക്ക് അഗാപ്പെ ഉണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, എനിക്ക് ഫീലിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ചോദിച്ചു, നിനക്ക് ഫീലിയ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ പത്രോസ് ആകെ കുഴങ്ങി. കാരണം ദൈവത്തിന് ഫീലിയ എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും ഉള്ള സ്നേഹം. അഗാപ്പെ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവർക്ക് അഗാപ്പെ ഉണ്ടാകുകയില്ല. ഇമ്പോസിബിൾ. അറ്റ് ദി സെയിം ടൈം ഈ അഗാപ്പയും ഫീലിയയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറയുന്നത്, ഒന്ന് ഹൃദയത്തിൽ നിന്നുള്ളതും ഒന്ന് തലേന്നുള്ളതും. അഗാപ്പെ തലേന്നുള്ളതാണ്, മീൻസ് നോളജ് ബേസ്ഡ്. മറ്റത് അല്ല, അഗാപ്പെ തലേന്നുള്ളത്. മറ്റത് ഹൃദയം മീൻസ് ഇമോഷനാണ്. തല എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ്. അതായത് ഇപ്പം റെജി എന്നോട് ദേഷ്യപ്പെട്ടാലും ഐ ഷുഡ് ലവ് യു ഫ്രം മൈ നോളജ്. ഈ ഫീൽ എന്ന് പറയുന്നത് ഇമോഷനല്ല. അപ്പം കാമുകിമാര് തമ്മിലുള്ള സ്നേഹം, അത് ഹൃദയം എന്ന് പറഞ്ഞേക്കുന്നത് ഇമോഷനെയാണ് ഉദ്ദേശിച്ചത്, അല്ലെ? പെരിഫറൽ ഹാപ്പനിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റത് അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്നേഹം, ദൈവം ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം കുറയോ? നോ, നെവർ. ശിക്ഷിക്കുമായിരിക്കും, പക്ഷെ സ്നേഹം വിൽ റിമെയിൻ ദി സെയിം. അപ്പൊ സെയിം വേ നമുക്ക് അഗാപ്പെ ലവ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവർക്കില്ല. നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരമായിട്ട് നമ്മൾ ദൈവത്തെ അറിയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്നേഹം ഒരാൾക്കാരുടെ റെസ്പോൺസ് അനുസരിച്ച് മാറുന്നെങ്കിൽ അത് ഫീൽ ചെയ്യും. അത് ദൈവത്തിൽ നിന്നുള്ള സ്നേഹമല്ല. നോ, ഇറ്റ്സ് എ ഡിഫറെന്റ് ലവ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ ക്വാളിറ്റീസ് ഉണ്ടെന്ന് വായിക്കാൻ സമയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സ്നേഹം അഗാപ്പെ ആയിരിക്കും എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കാരണം അത് ഇമോഷനെ ബേസ് ചെയ്തായിരിക്കരുത്. ഫീലിംഗ് ഉണ്ടാകാം, ബട്ട് അഗാപ്പെ മസ്റ്റ് ബി ദയർ. ആ അഗാപ്പെ ലവിന്റെ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് വായിക്കുന്നുള്ളൂ. 1 Corinthians 13 അത് ചിന്തിച്ചാൽ മതി. നമുക്ക് ആ സ്നേഹം ഉണ്ട്, അഗാപ്പെ ഇത്തിരിയെങ്കിലും ഒരു കണികയെങ്കിലും ഉണ്ടോ, ഒരു കണികയെങ്കിലും ഉണ്ട് രക്ഷപ്പെടും. കാരണം രക്ഷിക്കപ്പെട്ടവർക്ക് അത് ഉണ്ടാകും, അല്ലാത്തവർക്ക് ഉണ്ടാകത്തില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിക്കുന്നുള്ളൂ. അതിന്റെ 4 തുടങ്ങി. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. ഇത് അഗാപ്പയ. ചാരിറ്റി എന്ന് ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയിരിക്കുന്നു, ഗ്രീക്കിൽ അഗാപ്പയ. ദീർഘക്ഷമയുള്ളതാണ്, കരുണയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, പരുഷമല്ല. സ്നേഹം സ്വാർത്ഥത ഇല്ലാത്തതാണ്, അത് ക്ഷോഭിക്കുന്നില്ല, വിദ്വേഷം വച്ചു പുലർത്തുന്നില്ല, അത് അധർമ്മത്തിൽ ആനന്ദിക്കുന്നില്ല, സത്യത്തിലാണ് ആനന്ദിക്കുന്നത്. സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം വിശ്വസിക്കുന്ന പറഞ്ഞാൽ നുണ വിശ്വസിക്കുന്നതല്ല, എല്ലാ ദൈവവചനവും വിശ്വസിക്കുന്നതാണ്. എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹത്തിന് അറുതിയില്ല. ഇംഗ്ലീഷിലാണ് ലവ് നെവർ ഫെയിൽസ്. ഈ ക്വാളിറ്റീസ് നമ്മുടെ സ്നേഹത്തിന് അല്ലെങ്കിൽ ഫീൽ ചെയ്യുകയോ വേറെ എന്തെങ്കിലും ഇറോസ് എന്നൊക്കെ ഒത്തിരി ലവ് ഉണ്ട് ഗ്രീക്കില്. ഇറോറ്റിക് എന്ന് നമുക്ക് അറിയാവുന്ന വേർഡുകളാണ്. അപ്പൊ ഈ ഫീലിയ ഉണ്ടെങ്കിൽ നോക്കി ഇതിനകത്ത് ദീർഘക്ഷമയുള്ളതാണ്, കരുണയുള്ളതാണ്, അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, പരുഷമല്ല. ഇംഗ്ലീഷിലാണ് നെവർ പ്രൊവോക്കേറ്റഡ് എന്ന. പരുഷമല്ല, സ്വാർത്ഥത ഇല്ലാത്തതാണ്, ക്ഷോഭിക്കുന്നില്ല, വിദ്വേഷം വച്ച് പുലർത്തുന്നില്ല, അധർമ്മത്തിൽ ആനന്ദിക്കുന്നില്ല, സത്യത്തിലാണ് സത്യം. ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അഗാപ്പെ ഇല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ക്വാളിറ്റി ഉണ്ടായ പോലെ ഇത് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്. അതുപോലെ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റിൽ ആദ്യത്തെ എന്താ? ലവ്. അത് അഗാപ്പയാ. അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് ആണ് അഗാപ്പെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാകത്തുള്ളൂ. അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലവ് കാണും, മരിച്ചു നരകത്തിൽ പോകും. ഡേഞ്ചറസ്ലി ഓർക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത് പരുഷമല്ല, ദീർഘക്ഷമയുള്ളതാണ്, അസൂയയില്ലാത്തതാണ്, സ്വാർത്ഥത ഇല്ലാത്തതാണ്, വിദ്വേഷം വച്ചു പുലർത്തുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമായി. ഇഫ് യു ഹാവ് എനിത്തിങ് അഗൈൻസ്റ്റ് എനിബഡി ഇൻ റിഗാർഡ് ടു സം പാസ്റ്റ് ഇൻസിഡന്റ്, ഇതിനു മുമ്പ് എന്തെങ്കിലും നടന്ന ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ ഏതെങ്കിലും മനുഷ്യനോട് എന്തെങ്കിലും സ്നേഹക്കുറവുണ്ടെങ്കിൽ യു ആർ എ ചൈൽഡ് ഓഫ് ദി ഹെൽ. ഒരഗാപ്പയും ഉള്ളിലില്ല. ചിന്തിച്ചു നോക്കിയാൽ അവനോട് തന്നെ. എനിക്ക് ഒത്തിരി ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ജീവിതം. I do not have absolutely anything against anybody. It's my testimony. ആരോടും ഇല്ല. ബൈബിൾ എഴുതിയിരിക്കുന്നത് God not only forgives but forgets. അതുകൊണ്ട് ദൈവത്തിന്റെ മെമ്മറി ഇറേസ് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. നോ. അതായത് ദൈവം അത് ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ പാപം ചെയ്തില്ലെങ്കിൽ എങ്ങനെ ദൈവം കാണും അതുപോലെ ദൈവം കാണുമെന്ന് അതിന്റെ അർത്ഥം. സെയിം വേ നമ്മൾ നോട്ട് ഓൺലി ഫൊർഗീവ്സ് ബട്ട് ഇഫ് യു ആർ നോട്ട് ഫെയിലിംഗ് ടു ഫൊർഗെറ്റ്. നമുക്കൊരു ഇതൊന്നും ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റിയേ അല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ
ഫോർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വോളണ്ടറി ആക്ട് അല്ല. അറ്റ് ദി സെയിം ടൈം നമ്മളോട് എന്തെങ്കിലും ഉപദ്രവോ എന്തെങ്കിലും തിന്മയായിട്ടോ ചീത്തയായിട്ടോ പെരുമാറിയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ ആൾ അത് ചെയ്തില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുമോ ആ രീതി തന്നെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു രക്ഷയില്ല, നശിച്ചു പോയേ പറ്റും. പറയും.